നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നിവിടെ ജോഗ്രഫിയുടെ കൺസെപ്റ്റ് ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. സോ ഇതിന് മുന്നേ നിങ്ങൾ NCERT കവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ NCERT ക്ലാസ് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ക്ലാസ് കണ്ടിട്ട് മാത്രം വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബേസ് ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പറയുമ്പോൾ സോളാർ സിസ്റ്റമാണ്, നമ്മൾ എല്ലാ ദിവസവും ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്, നമുക്ക് ക്യൂരിയോസിറ്റി ഉള്ള കാര്യമാണ്, ഇതെല്ലാം ശരിയാ. സ്റ്റിൽ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഓർത്തിരിക്കണമെങ്കിൽ ഇതിൻ്റെ താഴെ, വളരെ താഴേക്കിടയിൽ നിന്ന് എന്താണ് ഒരു പ്ലാനറ്റ്, എന്താണ് ഒരു സ്റ്റാർ, എന്താണ് ഒരു കോൺസ്റ്റലേഷൻ, ഇതെല്ലാം മനസ്സിലാക്കി ഇരിക്കേണ്ടതുണ്ട്. സോ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ എലമെന്ററി ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ഏതാണ്? NCERT തന്നെയാണ്. സോ NCERTയിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കുക, നിങ്ങളുടെ ബേസ് ഉറപ്പിക്കുക, എന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ സോളാർ സിസ്റ്റത്തിന്റെ NCERT നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ എന്താണ് ബേസിക്കലി ജോഗ്രഫി? ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രമാണ്, ഭൂമിയുടെ ശാസ്ത്രം. ഭൂമിയുടെ മുകളിലുള്ള പുഴകളും അതുപോലെ പ്ലേറ്റുകളും മലനിരകളും ഇതെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളിടത്തുള്ളത്, അല്ലെങ്കിൽ അതിനൊന്ന് ലൊക്കേറ്റ് ചെയ്യുക. കോണ്ടിനെന്റ്സ് എവിടെയൊക്കെ ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ സമുദ്രങ്ങൾ ഏതൊക്കെ ഉണ്ട്, എന്താണ് ഒരു സീയും ഒരു ഓഷ്യനും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഒരു നദിയും ഒരു ലേക്കും തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ കുറച്ചുകൂടെ മിനിയേച്ചർ വെർഷൻ ആയിട്ടുള്ള എവിടെ എത്തി? എർത്തിലേക്ക് എത്തി. സോ എർത്തിന്റെ ഒരു വലിയ ഭാഗം നോക്കുക എവിടെയാ? യൂണിവേഴ്സിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എർത്ത്. സോ എർത്ത് എവിടെയാണ് വരുന്നത്? സോളാർ സിസ്റ്റത്തിലെ ഒരു പ്ലാനറ്റ് മാത്രമാണ് എർത്ത്. സോ എർത്തിന്റെ സ്റ്റാർ ഏതാണ്? എർത്തിന് എനർജി കൊടുക്കുന്ന സ്റ്റാർ ഏതാണ്? സണ്ണാണ്. സോ സണ്ണിന്റെ സിസ്റ്റം എന്താണ്? സണ്ണിന്റെ ഒരു സിസ്റ്റത്തിന് നമുക്ക് എന്ത് വിളിക്കാം? സോളാർ സിസ്റ്റം. സണ്ണ് പവർ ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? സോളാർ സിസ്റ്റം. ഇങ്ങനത്തെ ഒരുപാട് സിസ്റ്റങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഗാലക്സി ഉണ്ടാവുന്ന മിൽക്കി വേ. നമ്മളിതെല്ലാം NCERT ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറയാം. ഈ മിൽക്കി വേനെ നമ്മൾ കുറേ മിൽക്കി വേസ്, അല്ലെങ്കിൽ കുറേ മിൽക്കി വേസ് പോലെയുള്ള ഗാലക്സീസ് കൂടുമ്പോൾ നമുക്കൊരു എന്ത് കിട്ടുന്നു? യൂണിവേഴ്സ് കിട്ടുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളവിടെ ചർച്ച ചെയ്തതാണ്, ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. സോ നമ്മൾ ആദ്യം സോളാർ സിസ്റ്റം വെച്ച് തുടങ്ങാൻ പോവാണ്. ഓക്കെ, സോളാർ സിസ്റ്റത്തിൽ എന്തെല്ലാം അറിഞ്ഞിരിക്കണം? എക്സാമിന്റെ പെർവ്യൂവിൽ നിന്നിട്ട് NCERTയുടെ മുകളിൽ നിങ്ങൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ട്രൂ സിലബസ് ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലേ? നമ്മുടെ സിലബസ് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ജോഗ്രഫി കവർ ചെയ്യണം, അതിൽ ഇന്ത്യൻ ജോഗ്രഫി കവർ ചെയ്യണം, വേൾഡ് ജോഗ്രഫി കവർ ചെയ്യണം. ഇതല്ലാതെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ജോഗ്രഫിയുടെ ആദ്യ കാര്യങ്ങളെല്ലാം കവർ ചെയ്യണം. അതിൽ സോളാർ സിസ്റ്റം ഒക്കെ പെടും. ഓക്കെ, സോ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ജോഗ്രഫി കവർ ചെയ്യണം. ഈ ജോഗ്രഫി എങ്ങനെ കവർ ചെയ്യണം? നമ്മുടെ സ്റ്റഡി പ്ലാന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഈ ജോഗ്രഫി എങ്ങനെ കവർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എന്ത് വെച്ചിട്ടാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടാ. നമ്മുടെ സ്ട്രാറ്റജി ഉണ്ടാക്കിയത് എന്ത് വെച്ചിട്ടാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട്. നമുക്ക് ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന് കണ്ടില്ലേ, ഒരു പ്ലാനറ്റിനെ പറ്റിയുള്ള ചോദ്യമാണ്. സോ പ്ലാനറ്റ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതെല്ലാം ആൻസർ ചെയ്യാട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്ലാനറ്റിനെ പറ്റി ഒരു ചോദ്യമാണ്, എന്തോ മൂണിനെ പറ്റി എന്തോ ഒരു ചോദ്യമാണ്. അടുത്തത്, സോളാർ സിസ്റ്റം ഏത് ഗാലക്സിയുടെ പാർട്ടാണ്? ഇത്രയും ഗാലക്സീസ് ഉണ്ട്, ഇതിനകത്ത് ഏതിന്റെ പാർട്ടാണ് സോളാർ സിസ്റ്റം? അടുത്ത നോക്ക്, സ്റ്റഡി ഓഫ് യൂണിവേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റഡി ഓഫ് യൂണിവേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അടുത്തത്, ദ സ്മോൾ പീസ് ഓഫ് റോക്സ്. ഇതിനകത്ത് ഏതാണ് ഈ വെറും റോക്ക് മാത്രമായിട്ടുള്ളത്? പല പേരുകൾ നമ്മൾ കേട്ട് പരിചയമുണ്ട്, നമ്മൾ NCERTയിലും കണ്ടതാണ്. സോ മിക്കവാറും ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും, കാര്യം NCERTയിൽ നമ്മളിത് പറഞ്ഞതുമാണ്. അടുത്തത്, വിച്ച് പ്ലാനറ്റ് എർത്തിന്റെ ട്വിൻ, എർത്തിന്റെ ഇരട്ട സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നറിയപ്പെടുന്നത് ഏത് പ്ലാനറ്റ് ആണ്? സോ നമുക്ക് പ്ലാനറ്റിനെ പറ്റി അറിയണം. അടുത്ത ചോദ്യം നോക്ക്, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്, എല്ലാം അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ഡ്വാർഫ് പ്ലാനറ്റ്, ടേംസ് ഓഫ് റേഡിയസിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡ്വാർഫ് പ്ലാനറ്റ് ഏതാണ്? ഓക്കെ, അടുത്തത്, വിച്ച് ഇസ് ദ ഫേമസ് കോൺസ്റ്റലേഷൻ, ബിയർ ഷേപ്പിലുള്ള ഏത്, ഒരു കരടിയുടെ രൂപത്തിലുള്ള കോൺസ്റ്റലേഷൻ ഏതാണ്? ഓക്കെ അല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് 2019 NTPCയിലും JEEയിലും ഒക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, റെയിൽവേ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്. സോ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ എത്രത്തോളം കണ്ടന്റ് വേണം എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, NCERT ബേസ് ആണ്, ഞാൻ NCERT പഠിച്ചു, അതിന്റെ മുകളിലേക്ക് എന്തെല്ലാം പഠിക്കണം? സോ സോളാർ സിസ്റ്റം പഠിക്കുമ്പോൾ ഞാൻ NCERTയിലും പറഞ്ഞൊരു കാര്യമാണ് എന്ത്? എർത്തും മൂണും കുറച്ചുകൂടെ വാസ്റ്റ് ആണ്, നമ്മുടെ ആൾക്കാരല്ലേ. ഓക്കെ, ആ എർത്തും മൂണും നമുക്ക് പ്രത്യേകം ക്ലാസ്സുകൾ തന്നെ പഠിക്കാം. അവിടെ നമുക്ക് സോളാർ എക്ലിപ്സ് പഠിക്കാനുണ്ട്, ടൈഡ്സ് പഠിക്കാനുണ്ട്, ലൂണാർ എക്ലിപ്സ് പഠിക്കാനുണ്ട്, സീസൺസ് പഠിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അത് നമുക്ക് എവിടെ കവർ ചെയ്യാം? എർത്തിന്റെ പ്രത്യേക ചാപ്റ്ററിൽ, എർത്തിന്റെ ഇന്റീരിയർ, എർത്തിനകത്തുള്ള ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ, അതെല്ലാം നമുക്ക് അവിടെ കവർ ചെയ്യാം. ഇവിടെ നമുക്ക് സോളാർ സിസ്റ്റത്തിൽ എർത്തും മൂണും ഒഴിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാം. സോ ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം പഠിക്കുന്നതിന് മുന്നേ ഇതെല്ലാം പഠിക്കുന്നതിന് മുന്നേ എന്താണ് സെലസ്റ്റിയൽ ബോഡീസ്? നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ
ഓക്കെ, ഭൂമി ഉൾപ്പെടെയുള്ള അന്തരീക്ഷത്തിൽ സ്പേസിലുള്ള എല്ലാ ബോഡീസിനെയും നമുക്ക് ഒരൊറ്റ പേരിട്ട് ജനറലി വിളിക്കാം. എന്ത്? സെലസ്റ്റിയൽ ബോഡീസ്. എന്താ പേര്? സെലസ്റ്റിയൽ ബോഡീസ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ നമ്മൾ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് വിളിച്ചു. ഈ സെലസ്റ്റിയൽ ബോഡീസ് എല്ലാം ഉണ്ടായത് എങ്ങനെയാ അതിന്റെ ഒറിജിൻ? ഓക്കെ, ഈ യൂണിവേഴ്സ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു? നിങ്ങൾ ആലോചിക്കുന്നതല്ലേ, പലരും പറയുന്നുണ്ടാവും അങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ പല തിയറികളുണ്ട്. സോ നമ്മുടെ NCERT 11th NCERT രണ്ട് തിയറീസ് ആണ് അതേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഒരുപാട് സയന്റിഫിക് റിസർച്ചിലേക്ക് പോകണ്ട, നമ്മൾ കോമ്പറ്റേറ്റീവ് സെൻസിൽ നിന്ന് തന്നെ ഇതിൽ പഠിക്കാം. ഓക്കെ, ഏതാണ്? ഒന്നാമത്തത് നെബുലാർ ഹൈപ്പോത്തസിസ്. ഓക്കെ, നെബുലാർ ഹൈപ്പോത്തസിസ്. ആരാണ് ഈ നെബുലാർ ഹൈപ്പോത്തസിസ് പറഞ്ഞത്? ഇമ്മാനുവൽ കാന്ത് ആദ്യം പറഞ്ഞു, പിന്നീട് ലാപ്ലേസ് അതിനെ റിവൈസ് ചെയ്തു. ഓക്കെ, പിന്നീട് 1-2 പേര് ഇത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നീടും 1-2 പേര് ഇത് റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കാം. 11th ഞാൻ NCERT പഠിക്കാൻ പറഞ്ഞതാണ്. ഇതിന്റെ PDF നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ 11th NCERT ഇത് റിവൈസ് ചെയ്ത മറ്റ് 2 ആൾക്കാരുടെ പേര് 11th NCERT കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതിന് മുന്നിട്ട NCERT വീഡിയോ നമ്മുടെ കണ്ടന്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അത് നോക്കാം. അടുത്തത്, സോ ഈ ഹൈപ്പോത്തസിസ് എന്താ പറയുന്നത്? Planets are formed out of cloud of material associated with a youthful sun which is slowly rotating. ഇവരെന്താ പറയണേ? ഒരു സൺ ഉണ്ട്, അതിന്റെ ചുറ്റുമുള്ള ക്ലൗഡ്, അതിന്റെ ചുറ്റും ക്ലൗഡായിട്ട് രൂപാന്തരപ്പെട്ട ഒരു ഒബ്ജക്റ്റിനെയാണ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാനറ്റ്, the hypothesis ആണ് planets are formed out of a cloud of material associated with a youthful sun. ഒരു ക്ലൗഡ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, എന്തൊക്കെയോ ക്ലൗഡ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. കുറെ ആറ്റംസും കുറെ ഹൈഡ്രജനും കുറെ ഹീലിയം ഒക്കെ ഉണ്ട്. ഇവര് സ്വന്തം ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ടായിരിക്കാം. എങ്ങനെ നമുക്ക് അറിഞ്ഞൂടാ. ഗ്രാവിറ്റേഷൻ പറഞ്ഞത് ബിഗ് ബാങ്കാ. ഇവരൊന്നും പറഞ്ഞില്ല. ഇവരൊന്നും ആ ക്ലൗഡിനകത്ത് ഒരു സോഴ്സ് ഉണ്ടായി. സൺ എന്ന് പറയാൻ കാരണം എന്താ? യൂത്ത്ഫുൾ സൺ എന്ന് പറയാൻ കാരണം എന്താ? സൺ എന്താ? എനർജി സോഴ്സ് ഉള്ള എന്തോ ഒരു സാധനം ഉണ്ട്. അതിന് ചുറ്റും കൂട്ടം കൂടിയ ക്ലൗഡ്സ് ആണ് എന്ത്? പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. സോ വളരെ വേഗമായിട്ടുള്ളൊരു ഐഡിയ ആണ് ഇവരുടെ, അല്ലെ? വളരെ വേഗമായിട്ടുള്ള ഐഡിയ ആണ്. അവിടെയാണ് നമ്മുടെ അടുത്ത തിയറി വരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബിഗ് ബാങ് തിയറി. നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ബാങ് തിയറി ആയിരിക്കും. ആരാ ഇത് പറയുന്നത്? എഡ്വിൻ ഹബിൾ. സോ 1796 ശേഷം 1920 നമ്മുടെ 11th NCERT ഉണ്ട്. 1920 എന്താ പറയുന്നത്? The galaxies is found to be increasing thereby the universe is considered to be expanding. യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, വലുതായിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, സോ അവർ നോക്കുമ്പോൾ എന്താ? ഇത് നമ്മുടെ യൂണിവേഴ്സാണ്, ഇപ്പോഴത്തെ യൂണിവേഴ്സാന്ന് വിചാരിക്കൂ. ഇതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇത്രയായി അപ്പൊ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവരുടെ കണക്ക് എന്താണ്? യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ ഏതോ ഒരു ചെറിയ സ്ഥലത്ത് നിന്നാണ് എന്ത് തുടങ്ങിയത്? യൂണിവേഴ്സ് തുടങ്ങിയത്. അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്. എന്തോ വളരെ ഡെൻസ് ആയിട്ടുള്ള, വളരെ ക്രൂഡ് ആയിട്ടുള്ള എന്തോ ഒരു മെറ്റീരിയൽ നിന്നാണ് എന്ത് തുടങ്ങിയത്? യൂണിവേഴ്സ് ഉണ്ടായത്. ഓക്കെ, സോ ഇവരുടെ തീരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക്കലി അവർ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിന്റെ കുറെ പോസ്റ്റ്ലൈറ്റ്സ് ഉണ്ട്. അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സോ നമുക്ക് എന്താ മനസ്സിലായി? യൂണിവേഴ്സ് ഒറിജിൻ ആവാൻ വേണ്ടി 2 തിയറി പറഞ്ഞു. ഒന്ന് നെബുലാർ ഹൈപ്പോത്തസിസ്. ആരാണ്? ജർമ്മൻ ഫിലോസഫർ ഇമ്മാനുവൽ കാന്ത്. അതുപോലെ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പഠിച്ചവരുണ്ടാവും. ലാപ്ലാസ് ആരാണ്? ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. ഇവർ രണ്ടുപേരും എന്ത് പറഞ്ഞു? നെബുലാർ ഹൈപ്പോത്തസിസ് പറഞ്ഞു. ഈ നെബുല എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് നെബുല? ക്ലൗഡ് ആണ്. ഓക്കെ, സോ ഇവരെന്ത് പറഞ്ഞു? പ്ലാനറ്റ്സ് ക്ലൗഡ്സ് ആണ്, ഒരു തരം ക്ലൗഡ്സ് ആണ്. അതിലൊരു എനർജി സോഴ്സ് ആയിട്ടുള്ള സൺ ഉണ്ട്. അതായത് ഒരു എനർജി സോഴ്സ് നടക്കുന്നുണ്ട്, അതിന് ചുറ്റും കുറെ ക്ലൗഡ് ഉണ്ട്. അത് പിന്നീട് രൂപാന്തരപ്പെട്ട് നമ്മുടെ സോളാർ സിസ്റ്റം പോലെയുള്ള സിസ്റ്റംസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. സോ അത് കുറച്ച് വേഗമായതുകൊണ്ട് ബിഗ് ബാങ് തിയറി കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു. എന്ത്? എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതുകൊണ്ട് ഇപ്പൊ എന്താ? അതുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ല. നമുക്ക് നോക്കാം അവരെന്താ പറയാൻ ഉദ്ദേശിച്ചത് നോക്കാം. ഓക്കെ, സോ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു സിംഗുലാരിറ്റി ഉണ്ടായി. എന്താണ് സിംഗുലാരിറ്റി? ഇൻഫിനിറ്റ് ടെമ്പറേച്ചറും ഇൻഫിനിറ്റ് ഡെൻസിറ്റിയും. ഓക്കെ, നല്ല കട്ടിയുള്ള, ഭയങ്കര ഡെൻസിറ്റി ഉള്ള ഒരു ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു സിംഗുലാരിറ്റി ഉണ്ടായി. അതെന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ അവർക്ക് അറിഞ്ഞൂടാ. സിംഗുലാരിറ്റി ഉണ്ടായി. പിന്നെ എന്ത് പറ്റി? ഇനീഷ്യൽ സിംഗുലാരിറ്റി, ഒരു ടൈനി ബോളിന്റെ അത്ര ഉള്ള ഒരു സിംഗുലർ ആറ്റം. ഓക്കെ, സ്മോൾ വോളിയാണ്, ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ ആണ്, ഇൻഫിനിറ്റ് ഡെൻസിറ്റി ആണ്. ഇത് പിന്നീട് ഒരു ബിഗ് ബാങ് സംഭവിച്ചു. ഇന്നേക്ക് 13.7 ബില്യൺ ഇയർ മുന്നേ 11th NCERT ഓർത്തു വയ്ക്കുക. 13.7 ബില്യൺ ഇയറുകൾക്ക് മുന്നേ ഒരു പൊട്ടിത്തെറി, വലിയ പൊട്ടിത്തെറി ഉണ്ടായി. എന്ത്? ബിഗ് ബാങ് ഉണ്ടായി. ആ ബിഗ് ബാങ്ങിൽ എന്ത് സംഭവിച്ചു? ഈ ടൈനി ബോൾ എക്സ്പ്ലോഡഡ് വയലന്റ്ലി ആൻഡ് എക്സ്പാൻഷൻ കണ്ടിന്യൂസ്. അന്ന് പൊട്ടിയതാണ് പുള്ളിക്കാരൻ. ഇതുവരെ നിന്നിട്ടില്ല. ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ബിഗ് ബാങ് സംഭവിച്ചു, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ എക്സ്പാൻഷൻ എന്ത് സംഭവിച്ചു? ആദ്യം ഒരു മാറ്റർ ഉണ്ടായി.
എന്ത് ഈ പൊട്ടിത്തെറിച്ച എനർജിയിൽ കുറെ സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞതായിട്ട് ചെന്നിച്ചെതറിപ്പോയില്ലേ, അതില് മാറ്റർ ഉണ്ട് നമ്മൾ പറയുന്നത്. എന്ത്, അതിൽ എന്തോ ഒരു ഖരം അവസ്ഥയിലുള്ള ഒരു സാധനം കിട്ടിയവർക്ക് ഒരു മാറ്റർ അതിനുള്ളിൽ ഉണ്ടായി. ഈ മാറ്റർ പിന്നീട് എന്ത് സംഭവിച്ചു, ഈ മാറ്റർ പിന്നീട് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ 3 മിനിറ്റിൽ ഇതൊക്കെ സംഭവിക്കുന്നത് ബിഗ് ബാങ്ങിന്റെ. പിന്നീട് ഈ പരിപാടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. സിംഗുലാരിറ്റി പൊട്ടിത്തെറിച്ച് കുറെ കഷ്ണങ്ങളാവുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. സോ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് എക്സ്പാൻഡ് ചെയ്തു, അങ്ങനെ ആദ്യത്തെ ആറ്റം ഉണ്ടായി. ഇൻ ഫസ്റ്റ് 3 മിനിറ്റ്സ് ആദ്യത്തെ ആറ്റം ഉണ്ടായി. പിന്നെ ഈ എക്സ്പാൻഷൻ പിന്നെ സംഭവിച്ചു, പിന്നെ അറ്റോമിക് മാറ്റർ ഉണ്ടായി എന്നാ പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഹീലിയവും ഹൈഡ്രജനും. ഓക്കെ, അറ്റോമിക് നമ്പർ 1 ഉം 2 ഉള്ളത് എന്താണ്, ഹീലിയവും ഹൈഡ്രജനും ഉണ്ടായി. ആദ്യം ഹൈഡ്രജൻ പിന്നെ ഹീലിയം ആയിരിക്കാം, ഇത് രണ്ടും ഉണ്ടായെന്നാ പറയുന്നത്. സോ അങ്ങനെ മാറ്റർ ഉണ്ടായെന്നാ പറയുന്നത്. ഇവരവിടെ വരെ പറഞ്ഞു. ഇനി ഈ മാറ്ററിൽ നിന്ന് ഗാലക്സി എങ്ങനെ ഉണ്ടായേ നോക്കാം. സോ ഇവരെന്താ പറയുക, സിംഗുലാരിറ്റി പൊട്ടിത്തെറി, ഇവിടെ മാറ്റർ ഉണ്ടായി. ഓക്കെ, ഇത് NCERT ഫിഗർ ആട്ടോ, ഞാൻ വേറെ എവിടെ നിന്നും കൊണ്ടൊന്നുമല്ല, NCERT ഫിഗർ ആണ്. സോ ഈ മാറ്ററിൽ നിന്ന് ഗാലക്സി, ഈ കാണുന്ന ഗാലക്സി ആട്ടോ അവർ കൊടുത്തിട്ടുള്ള, നമ്മുടെ മിൽക്കി വേ പോലെ ഇരിക്കണുണ്ടോ. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കുറെ കളറുകളിൽ ക്ലൗഡുകൾ ഇങ്ങനെ വരില്ലേ രാത്രി, പല കളറിൽ നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ഈ ഫോട്ടോസും കണ്ടിട്ടുണ്ടാവും. സോ അതിനെ ഗാലക്സി എന്ന് വിളിക്കുക. നമ്മുടെ ഗാലക്സി നമുക്ക് കാണാൻ പറ്റും, മിൽക്കി വേ. ഞാൻ ഇന്ന് NCERT കാണിച്ചു തന്നിരുന്നു. ഓക്കെ, സോ ഇവർ പറഞ്ഞെന്താ, മാറ്റർ ഉണ്ടായി. എങ്ങനെ, ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു, അത് വലുതാവുന്നു, അത് വലുതായി 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 ഈ പൊട്ടിത്തെറിയിലുള്ള കഷ്ണങ്ങൾ ഒരുമിച്ച് കൂടി ഒരു മാറ്ററായി മാറി, ഹീലിയവും ഹൈഡ്രജനും ഉണ്ടായി. അവിടെ വരെ ഇവർ എത്തിച്ചേ. ഇനി ഇവർ പറഞ്ഞെന്താ, ഇതിൽ നിന്ന് സ്റ്റാർസ് എങ്ങനെ ഉണ്ടായി, നക്ഷത്രങ്ങൾ എങ്ങനെയായി മാറി. ഈ പറയുന്ന കുറെ കഷ്ണങ്ങൾ ഉണ്ടായി നമ്മൾ പറയുന്നു. ഇവ തമ്മിൽ എന്തുണ്ട്, ഡെൻസിറ്റി വ്യത്യാസങ്ങളുണ്ട്. ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. എന്ത്, ഈ ഡെൻസിറ്റി വ്യത്യാസങ്ങൾ എന്താക്കി മാറ്റുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മനസ്സിലായില്ലേ, എന്നിലേക്ക് തന്നെ വലിക്കുന്ന ഫോഴ്സ്, എന്നിലേക്ക് ആൾക്കാരെ വലിക്കുന്ന ഫോഴ്സ് ആണ് എന്ത്, എന്റെ ഗ്രാവിറ്റി. അപ്പോൾ ഡെൻസിറ്റി വ്യത്യാസങ്ങൾ കൊണ്ട് ഗ്രാവിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടായി. ഞാൻ വട്ടം കൂടി ഒരാളായി മാറി, ഞാൻ എന്നിലേക്ക് കുറെ സാധനങ്ങൾ വലിച്ച് ഒരാളായി മാറി. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, മാറ്റർ ഡ്രോൺ ടുഗദർ, ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ മാറി ഒരു മാറ്ററായി മാറി. ഓക്കെ, പിന്നെ ഇവിടെ വേറെ കുത്തുണ്ട്, അത് വേറൊരു മാറ്ററായി മാറി. ഇവിടെ വേറെ കുറെ കുത്തുകളുണ്ട്, അത് മാറി ഒരു മാറ്ററായി മാറി. ഓക്കെ, ഇങ്ങനെ മാറ്ററുകൾ ഉണ്ടായി. അതായത് കുറെ ചിന്നിച്ചെതിരി കിടന്നതെല്ലാം ഡെൻസിറ്റിയുടെ വ്യത്യാസം കൊണ്ട്, അതുവഴി ഉണ്ടായ ഗ്രാവിറ്റിയുടെ വ്യത്യാസം കൊണ്ട് ഒരുമിച്ച് കൂടിച്ചേർന്നു. അങ്ങനെ എന്തുണ്ടായി, സ്റ്റാർസിന്റെ ആദ്യത്തെ തിയറി ആയിട്ടുള്ള മാറ്റർ ഉണ്ടായി. ഈ മാറ്റർ പിന്നെ എങ്ങനെയാ ഗാലക്സി ആയി മാറുന്നത്, അല്ലെങ്കിൽ സ്റ്റാറുകളായി മാറുന്നത് എങ്ങനെയാ, ഇത് അക്യുമുലേറ്റ് ചെയ്ത് ഒരു ക്ലൗഡായി മാറി. അതായത് കുറെ പുകപടലങ്ങളും കുറെ മാറ്റേഴ്സും കുറെ ഈ ചെറിയ ചെറിയ വാട്ടറിന്റെ മോളിക്യൂൾ പോലത്തെ സാധനങ്ങളൊക്കെ പിന്നീട് വരും. സോ ഇതൊരു അത്ര എന്താ പറയാ, കറക്റ്റായിട്ട് ഇന്ന സാധനം എന്ന് പറയാൻ പറ്റാത്ത മാറ്ററായി മാറി. കുറെ ഗ്യാസസ് ഒക്കെ ഉള്ള ഒരു നെബ്യൂളയായി മാറി. കണ്ടോ, ലാർജ് ക്ലൗഡ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഈ ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഉള്ള ഗ്യാസുകളാൽ പൊതിഞ്ഞ എന്തായി മാറി, നെബ്യൂളയായി മാറി. സോ നമുക്ക് എന്തുണ്ടായി, ഇതുപോലെ ഇതായി മാറി. ഇത് പിന്നീട് ക്ലൗഡുകളായി മാറി എന്നാ പറയുന്നത്. എന്തിനാ, ഈ ക്ലൗഡിനെ വിളിക്കുന്ന പേരെന്താ, നെബ്യൂള. ഈ ക്ലൗഡിനെ വിളിക്കുന്ന പേരെന്താ, നെബ്യൂള. ഈ നെബ്യൂള പിന്നീട് ദ ഗ്രോയിങ് നെബ്യൂള ലോക്കലൈസ്ഡ് ക്ലംസ് ഓഫ് ഗ്ലാസ്. ഈ ലോക്കലൈസ്ഡ് ക്ലംസ് ഓഫ് ഗ്യാസ് പിന്നീട് എന്ത് ചെയ്തു, കൂടുതൽ ഡെൻസിറ്റി കൂടുകയും ഇവര് സ്റ്റാറായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇവരെന്ത് ചെയ്തു, സ്റ്റാറുകളായി മാറി എന്നാ പറയുന്നത്. ഓക്കെ, പിന്നീട് ആദ്യം ഇവരിങ്ങനെ കുറെ മാറ്ററായിട്ട് തിരിഞ്ഞു. അതിന്റെ ഡെൻസിറ്റി വ്യത്യാസം കൊണ്ടും ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ടും അവർ കുറച്ചുകൂടി ഡെൻസായി. അത് പിന്നീട് ക്ലൗഡുകളായി മാറി, അത് സ്റ്റാറായി മാറി. ഇത്രയുമാണ് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. ഇത് NCERT കൊടുത്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണേ. മനസ്സിലാക്കിയിരിക്കുക, എന്ത് ചോദ്യം വന്നാലും ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടാണ്. ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു, അതെല്ലാം കുറെ ചിന്നിച്ചെതിരി കഷ്ണങ്ങളാവുന്നു. പിന്നീട് ഹൈഡ്രജൻ, ആദ്യത്തെ ആറ്റമായിട്ടുള്ള ഹൈഡ്രജൻ ഹീലിയം ഉണ്ടാവുന്നു. അതിന്റെ തന്നെ ഡെൻസിറ്റി വ്യത്യാസങ്ങൾ കൊണ്ടും അതിന്റെ തന്നെ ഗ്രാവിറ്റി വ്യത്യാസങ്ങൾ കൊണ്ടും ക്ലൗഡായി മാറുന്നു. ആ ക്ലൗഡ് പിന്നീട് സ്റ്റാറായി മാറുന്നു. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സോ അങ്ങനെയാണ് ലോകം ഉണ്ടായതാന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കാം. അടുത്തത്, സോ ബിഗ് ബാങ് ഉണ്ടാവുന്നു. ആദ്യത്തെ കുറച്ച് കൊല്ലം സ്റ്റാർസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഡാർക്ക് ഏജ് ചെയ്യണുണ്ടോ, സ്റ്റാർ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആദ്യത്തെ സ്റ്റാർ വന്നു, ഒരു 300 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്റ്റാർ വന്നു. പിന്നെ ആദ്യത്തെ ഗാലക്സി വന്നു, നമ്മളിപ്പോ കാണുന്ന സോളാർ സിസ്റ്റം വന്നു. ഇപ്പൊ ഏകദേശം 9 ബില്യൺ ഇയേഴ്സ് പ്രായം സോളാർ സിസ്റ്റത്തിനുണ്ട്.
ഓക്കെ, സോ ഇങ്ങനെയാണ് ആദ്യം ബിഗ് ബാങ് ഉണ്ടാകുന്നു, ഡാർക്ക് ഏജ്, കുറച്ച് നാളെ സ്റ്റാർ ഒന്നുമില്ല, വെളിച്ചം വന്നെങ്കിൽ ഡാർക്ക് ഏജ് വന്നെ എന്താ വെളിച്ചമില്ല, കാര്യം എന്താ സ്റ്റാർ ഇല്ല. പിന്നെ സ്റ്റാർ വന്നു, ഗാലക്സി വന്നു, സോളാർ സിസ്റ്റം വന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? കുറച്ചും കൂടെ നല്ലൊരു ഇമേജ് കാണിച്ചു തരാം, നിങ്ങൾ മനസ്സിലേക്ക് ഇരിക്കട്ടെ. ഇമേജുകൾ, ജോഗ്രഫിയുടെ കാര്യം എന്താ, മാപ്പുകൾ, ഇമേജുകൾ, എന്തിലും വേണ്ടി സെർച്ച് ചെയ്ത് നോക്കുക, ഇൻഫോഗ്രാഫിക്സ് മനസ്സിലാക്കാം, മാപ്പുകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. സോ ആദ്യം ബിഗ് ബാങ് സംഭവിക്കുന്നു, കണ്ടോ, കുറെ ഹൈഡ്രജന്റെ സാധനങ്ങൾ ഉണ്ടാവുന്നു, പിന്നെ ഒരു സ്റ്റാർ ഉണ്ടാവുന്നു, ഈ സ്റ്റാറുകൾ രൂപാന്തരപ്പെട്ടതേ സ്റ്റാർ ഉണ്ടായോണ്ടോ, അവിടെ സ്റ്റാറുകൾ കഴിഞ്ഞതേ ഗാലക്സി ഉണ്ടായോണ്ടോ, കണ്ടോ ഗാലക്സി ഉണ്ടായത്. പിന്നെ നമ്മുടെ എർത്തൊക്കെ ഉണ്ടാവണു ഒരു 9 ബില്യൺ ഇയേഴ്സ് ആയിപ്പോ. സോ സോളാർ സിസ്റ്റത്തിന്റെ സമയം എത്രയാ? 9 ബില്യൺ MB. ഇങ്ങനെ അങ്ങ് ഓർത്തു വെക്കി, 9 ബില്യൺ. ഓക്കെ അല്ലേ? സോളാർ സിസ്റ്റം 9 ബില്യൺ. സോ അത്ര അറിയാം, അത്രയും മനസ്സിലായ, ഇമേജ് ഒക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റുക. അടുത്തത്, സോ ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ നമ്മള് എല്ലാത്തിനെയും മനസ്സിലാക്കി, നമ്മള് സൂര്യൻ ഉണ്ടായി, അതായത് സോളാർ സിസ്റ്റം ഉണ്ടായി. ഇനി എന്താണ് സൂര്യന്റെ പ്രത്യേകതകൾ? ഓക്കെ, RRBനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സ് ഉണ്ടായതല്ലാതിനേക്കാളും കുറച്ചും കൂടെ RRBക്ക് കാര്യം എന്തിലായിരിക്കും? സണ്ണിലായിരിക്കും. നമ്മുടെ ഒരേ ഒരു സ്റ്റാർ അല്ലേ, എർത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റാർ ആരാ? സണ്ണാണ്. അത് കഴിഞ്ഞാൽ പ്രോക്സിമ സെഞ്ചുറി. സോ എർത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് സണ്ണാണ്. രണ്ടാമത് പ്രോക്സിമ സെഞ്ചുറി, NCERT ഉണ്ട്, നോക്കുക, പ്രോക്സിമ സെഞ്ചുറി. ഓക്കെ, സോ നമുക്ക് സണ്ണിന്റെ കാര്യം നോക്കാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഒബ്ജക്റ്റ് ആണ്. 99.8% ആരാണ്? സൺ തന്നെയാണ്. 99.8% മാസ് ഓഫ് സോളാർ സിസ്റ്റം ഇസ് അക്കൗണ്ടഡ് ബൈ സൺ. ഓക്കെ, ഏറ്റവും വലിയ ഒബ്ജക്റ്റ് ആണ്. ഡയമീറ്റർ അറിഞ്ഞിരിക്കുക 1.39 മില്യൺ കിലോമീറ്റേഴ്സ്. 1.39 മില്യൺ കിലോമീറ്റേഴ്സ്. ഏജ് അറിഞ്ഞിരിക്കുക 4.5 ബില്യൺ ഇയേഴ്സ്. എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കാം. ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. 4.5 ബില്യൺ ഇയേഴ്സ്. ഓക്കെ, 4.5 ബില്യൺ ഇയേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി 4.5 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് സൺ എക്സിസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, മുന്നേ നമ്മൾ സോളാർ സിസ്റ്റം ഉണ്ടായത് 9 ബില്യൺ ഇയേഴ്സ് മുന്നേ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇന്നേക്ക്. പക്ഷേ നമ്മൾ സണ്ണിന്റെ കൃത്യ ടൈം ചോദിച്ചാൽ 4.5 ബില്യൺ ഇയേഴ്സ് തന്നെ എഴുതുക. സോ സണ്ണിന്റെ സോഴ്സ് എന്താ? നമുക്ക് എനർജി കിട്ടുന്ന എവിടുന്ന? നമ്മുടെ പ്രൈമറി, എർത്തിന്റെ പ്രൈമറി സോഴ്സ് ആരാ? സണ്ണാണ്. അതായത് ഏതൊരു സിസ്റ്റത്തിനും ഒരു എന്ത് വേണം? എനർജി സോഴ്സ് വേണം. സോ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ എനർജി സോഴ്സ് ആരാണ്? സണ്ണാണ്. സണ്ണിന് എനർജി കിട്ടുന്ന എവിടുന്ന? തെർമൽ ന്യൂക്ലിയർ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ. ഹൈഡ്രജൻ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? കൂടിച്ചേർന്ന് ആരുണ്ടാവുന്നു? ഹീലിയം. ഫ്യൂഷൻ. ഓക്കെ, ഫ്യൂഷനും ഫിഷനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പഠിക്കാത്തവരറിയാം, കൂടിച്ചേരുന്നതിനെ ഫിഷനും അതുപോലെ സ്പ്ലിറ്റ് ആവുന്നതിനെ ഫിഷൻ എന്താ പറയാ? എങ്ങനെ ഓർത്തിരിക്കുക? സണ്ണ്, ഫ്യൂഷൻ, രണ്ടിലും യു ഉണ്ട്. സണ്ണിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ? ഫ്യൂഷൻ ആണ്. സണ്ണ്, ഫ്യൂഷൻ, രണ്ടിലും യു ഉണ്ട്. കൂടിച്ചേർന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഹൈഡ്രജനും കൂടിച്ചേർന്ന് ഹീൽ ഉണ്ടാവുന്നതിന് നമ്മൾ ഫ്യൂഷൻ എന്ന് പറയുന്നു. സണ്ണിൽ നടക്കുന്ന ഫ്യൂഷൻ ആണ്. ഇനി ഇങ്ങനെ ഓർത്തിരിക്കാം, യൂണിഫിക്കേഷൻ ആണല്ലോ അല്ലെ, കൂടിച്ചേരലാണ്, യൂണിയൻ ആണ്. സോ യു വന്നു. ഫിഷൻ എന്ന് പറഞ്ഞാൽ I അല്ലേ, യൂണിയൻ, FU. അങ്ങനെ ഓർത്തു വയ്ക്കാം. സൺ എന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഡയമീറ്റർ മനസ്സിലായി, ഏജ് മനസ്സിലായി, വലുതാന്ന് മനസ്സിലായി, 99.8 ആണെന്ന് മനസ്സിലായി. ഓക്കെ, സോ അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അതുകൊണ്ട് തീർന്ന സണ്ണ്, അങ്ങനെ തീർന്ന ശരിയാവണെങ്കിൽ ആ സണ്ണല്ലേ കുറച്ച് നേരം പഠിക്കാം. എന്ത്? സണ്ണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. നമ്മുടെ ക്ലോക്ക് പോകുന്ന ഡയറക്ഷനിലല്ല, തിരിച്ചാ കറങ്ങുന്നത്. എർത്തിന് എങ്ങനെ കറങ്ങുന്നത്? എർത്തും അങ്ങനെ തന്നെയാണ് കറങ്ങുന്നത്. നമ്മുടെ പ്ലാനറ്റിലെ 2 പേര് മാത്രമേ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നുള്ളൂ. നമ്മുടെ പ്ലാനറ്റിലല്ല, സോറി, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ 2 പേര് മാത്രമേ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നുള്ളൂ. നമ്മൾ ഇന്ന് NCERT ക്ലാസ്സിൽ പറഞ്ഞതാണ്, NCERT ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന ആരാ? 2 പേര് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാ അത്? വീനസും യുറാനസും. ഇവരെങ്ങനെയാ കറങ്ങുന്നത്? ഈസ്റ്റിന്ന് വെസ്റ്റിലോട്ട്. നമ്മൾ ഉൾപ്പെടുന്ന എല്ലാവരും കറങ്ങുന്നത് എങ്ങനെയാ? വെസ്റ്റിന്ന് ഈസ്റ്റിലോട്ട്. എങ്ങനെ ഓർത്തു വയ്ക്കുക? വി ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. നമ്മുടെ നാട്. വി എങ്ങനെയാ? വെസ്റ്റ് ടു ഈസ്റ്റ്. അവരാരൊക്കെ? വീനസും യുറാനസും ഈസ്റ്റിന്ന് വെസ്റ്റിലേക്ക്. അവർ 2 പേരും മാത്രം കുറച്ച് വെറൈറ്റി ആൾക്കാരാണ്. അവര്
ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് കറങ്ങുക. നമ്മൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് വി നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സണ്ണും നമ്മളിൽ പെടുന്ന ആളാണ്. ഓക്കെ, സണ്ണിൽ കൂടുതലുള്ളത് ആരാണ്? ഹൈഡ്രജൻ, കുറവുള്ളത് ഹീലിയം. എന്നാലല്ലേ ഹൈഡ്രജൻ വെച്ച് ഹീലിയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാണോ ഹീലിയത്തിനേക്കാൾ കുറച്ച് ഹൈഡ്രജൻ ആവണേ അന്ന് ഇത് മരിച്ചു തുടങ്ങും, സൺ തീർന്നു തുടങ്ങും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കൂടുതൽ ഹൈഡ്രജനാ, കുറച്ചാണ് ഹീലിയം ഉള്ളൂ. 3 ഹൈഡ്രജനും 4 ഹീലിയവും. അതെങ്ങനെയാ? ഹൈഡ്രജൻ കൂടി ചേർന്നിട്ട് വേണ്ടേ ഹീലിയം ഉണ്ടാവാൻ. സോ ഹൈഡ്രജൻ കുറവാണെങ്കിൽ ഹീലിയം ഉണ്ടാവാൻ അത്രയും ചാൻസസ് കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ എഴുതിയിട്ടുള്ള റൊട്ടേഷൻ പീരീഡ് എത്രയാ? 24 days 9 hours. നമുക്ക് എത്രയാ? 24. ഇവിടെ എത്രയാ? 25. എർത്തിന് എത്രയാ? 24 ദിവസമല്ലേ രാത്രിയും പകലും ആവാൻ. റൊട്ടേഷന് ഇവിടെ എത്രയാ? 25. സണ്ടും സ്വന്തം അച്ചുതണ്ടില് കറങ്ങുന്നുണ്ട്, അത് ഓർത്ത് വെക്കുക. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സൺ എൻഫോൾസ് എൻറ്റയർ സെൻട്രൽ സിസ്റ്റം ഇൻ ടു സ്ട്രോങ്. ഈ എൻറ്റയർ സോളാർ സിസ്റ്റത്തിനെ പിടിച്ചു നിർത്താനുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആരുടെ കയ്യിലുണ്ട്? സണ്ണിന്റെ കയ്യിലുണ്ട്. ഒബ്വിയസ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? ഉണ്ടായാലല്ലേ പുള്ളിക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇനി ഹൈഡ്രജൻ ഫ്യൂവൽ ഓഫ് സൺ ക്യാൻ സസ്റ്റെയിൻ 5 more billion years. ഓൾറെഡി നമ്മൾ വിചാരിക്കുന്ന 4.5 billion years ആയി എന്നാണ്. ഇനി ഒരു 5 billion years കൂടെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏകദേശം 9.5 billion years കൂടെ സണ്ണ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഒരു 10 കൊല്ലം 10 billion years കഴിയുമ്പോഴത്തേക്കും സണ്ണ് നശിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളൊന്നും അന്നില്ല. സോ അതിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഏകദേശം 5 billion years. ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പൊ എത്രയായി? 4.5 billion years ആയി. എത്രയും ഓർത്ത് വയ്ക്കുക. സണ്ണിന്റെ കാര്യം അത്രയാണ്. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എന്നാലും ഞാൻ എടുത്തെടുത്ത് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് സണ്ണിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? സണ്ണിന്റെ ഇന്റീരിയർ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം, അതുപോലെ എക്സ്റ്റീരിയറിനെ 3 ഡിവൈഡ് ചെയ്യാം. കണ്ടോ, സണ്ണിന്റെ ഇന്റീരിയർ കണ്ടോ? 1, 2, 3. ഓക്കെ, സണ്ണിനെ എന്ത് ചെയ്തു? മുറിച്ചു. നമ്മള് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ എന്തിരിക്കും? ഇവിടെ ഇത്രയും ഭാഗം കോറ്. ഇനി അടുത്തതാരാ? റേഡിയേറ്റീവ് സോൺ. അടുത്താരാ? കൺവെക്റ്റീവ് സോൺ. സോ സണ്ണിന്റെ ഇന്റീരിയർ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു. കോറ്, റേഡിയേറ്റീവ് സോൺ, കൺവെക്റ്റീവ് സോൺ. സണ്ണിന്റെ പുറം വശത്തിന് നമ്മൾ, അതായത് ആ തെളിഞ്ഞു നിൽക്കണല്ലേ, നമ്മൾ മഞ്ഞ കളറിലാന്ന് വിചാരിക്കുന്ന ആ തെളിഞ്ഞിരിക്കുന്ന തീ കത്തുന്ന സ്ഥലമല്ലേ, അതിനെ 3 ഡിവൈഡ് ചെയ്യാം. ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. അങ്ങനെ 3 ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഓരോരുത്തരെയും നോക്കാം. ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സണ്ണാണ്, നമ്മൾ ഓരോരോ സ്റ്റാർ ആണ്, ചോദ്യങ്ങൾ ചോദിക്കാം. സോ നോക്കാം. സണ്ണിന്റെ കൊറോണ ഞാൻ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ദ സെന്റർ മോസ്റ്റ് റീജിയൻ ഓഫ് സൺ എന്താണ്? കോറാണ്. കൊറോണ അല്ല, സോറി, കോറാണ്. ഇനി ഹൈഡ്രജൻ ടേൺസ് ഇൻ ടു ഹീലിയം ത്രൂ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. ഇവിടെയാണ് ഹൈഡ്രജൻ ആരായി മാറുന്നത്? ഹീലിയമായി മാറുന്നത്. ഓക്കെ, ദ കോർ ഈസ് കൺസിഡർഡ് ടു ബി ഹോട്ടസ്റ്റ് റീജിയൻ ഓഫ് സൺ. ഏറ്റവും ചൂടുള്ള ഏരിയ. കാര്യം എന്താ? ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുന്നത് എവിടെയാ? അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. സോ ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുന്നത് എവിടെയാണ്? കോറിലാണ്. കൊറോണയിലല്ല, കോറിലാണ്. ഞാൻ അടുത്ത് കൊറോണ എന്ന് പറഞ്ഞു പോകും, നിങ്ങൾ ക്ഷമിക്കുക. കോറിലാണ്. അടുത്തത്, നമ്മൾ പുറത്തോട്ട് പോകുന്തോറും ഡെൻസിറ്റിയും ടെമ്പറേച്ചറും കുറഞ്ഞു വരും. ഒരു സ്ഥലത്താണ് ഈ പറയുന്ന ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുറത്തോട്ട് പോകുന്തോറും കുറഞ്ഞു വരും. ശരിയല്ലേ? പുറത്തോട്ട് പോകുന്തോറും കുറഞ്ഞു വരണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ശരി. ഓക്കെ, കുറഞ്ഞു വരട്ടെ. അടുത്തത് റേഡിയേറ്റീവ് സോൺ. നമ്മൾ കോറ് പറഞ്ഞു, ഇനി റേഡിയേറ്റീവ് സോൺ. എന്താണ് റേഡിയേറ്റീവ്? ബൈ മീൻസ് ഓഫ് റേഡിയേറ്റീവ് ഡിഫ്യൂഷൻ ആൻഡ് തെർമൽ കണ്ടക്ഷൻ. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ കൊണ്ട്, അതായത് ആറ്റംസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടാണ് ഇവിടെ ചൂടെത്തണേ. സോ കോറിന്ന് എങ്ങോട്ടേക്ക്? ഈ പറയുന്ന ക്രോമോസ്ഫിയറിലേക്ക്, അല്ല സോറി, റേഡിയേറ്റീവ് സോണിലേക്ക് ചൂടെത്തുന്നത് എങ്ങനെയാണ്? തെർമൽ കണ്ടക്ഷനോടെയും റേഡിയേറ്റീവ് ഡിഫ്യൂഷനിലൂടെയാണ്. എങ്ങനെ? ദ എനർജി ഇൻ ദിസ് ലെയർ ഔട്ട്സൈഡ് വിച്ച് ട്രാവൽസ് ഇൻ ഫോം ഓഫ് ഇലക്ട്രിക് മാഗ്നറ്റിക് റേഡിയേഷൻ ബൈ ഫോട്ടോൺസ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഫോട്ടോൺസ് വരെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ടാണ് എന്ത്? കോറിൽ നിന്ന് എങ്ങോട്ടേക്ക്? റേഡിയേറ്റീവ് സോൺ, അതിന്റെ മുകളിലത്തെ സോണിലേക്ക് തെർമൽ എനർജി പോകുന്നത്. എങ്ങനെ? റേഡിയേറ്റീവ് ഡിഫ്യൂഷനും തെർമൽ കണ്ടക്ഷനും. ചോദിക്കും എങ്ങനെയാ പോകുന്നത്? പേര് തന്നെ, റേഡിയേറ്റീവ് എന്നല്ല പേര്, കണ്ടക്ഷൻ. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ പേരെന്താ? ബൗൺസിങ് ഫ്രോം ദ പാർട്ടിക്കൽ ടു പാർട്ടിക്കൽ ഫോട്ടോൺസ് ട്രാൻസ്ഫർ എനർജി. ഫോട്ടോൺ എന്താ? ലൈറ്റിന്റെ ചെറിയൊരു കിരണത്തിനാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയാം. ലൈറ്റിന്റെ ചെറിയൊരു കിരണത്തെ ഫോട്ടോൺ എന്ന് പറയും. ഓക്കെ, ഈ ഫോട്ടോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റേഡിയേറ്റീവ്. അത് റേഡിയേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഫോട്ടോന്റെ റേഡിയേഷൻ കൊണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോൺ റേഡിയേറ്റീവ് സോണിലെ എനർജി ഉണ്ടാവും. സോ ആ വാക്ക് ഓർത്ത് വെച്ചാൽ റേഡിയേറ്റീവ് സോൺ. വലിയ പാടൊന്നുമില്ല, കേൾക്കുമ്പോൾ ഞെട്ടൊന്നും വേണ്ട. റേഡിയേറ്റീവ് സോൺ, റേഡിയേഷൻ കൊണ്ട്. എന്ത് റേഡിയേഷൻ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഫോട്ടോൺസിന്റെ റേഡിയേഷൻ. ഓക്കെ, അത്ര ഓർത്ത് വയ്ക്കാലോ. ഇനി ഒരാളും കൂടി ഉണ്ട്, കൺവെക്ഷൻ.
അപ്പുറത്ത് നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ ആണെന്ന്. ഏത് റേഡിയേറ്റീവ് സോണിൽ കണ്ടക്ഷൻ ആണ്. ഇവിടെ ആരാ? ഇവിടെ കൺവെക്ഷൻ. സിമ്പിൾ. ഓക്കെ, അവിടെ കണ്ടക്ഷൻ, ഇവിടെ കൺവെക്ഷൻ. ഇവിടെ കൺവെക്ഷനിലാണ് എനർജി ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്, നമ്മൾ ഇന്റീരിയറിൽ പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഇവിടെ കൺവെക്ഷനിലൂടെ ആണ് കൺവെക്ഷൻ കറണ്ട്. ഇപ്പൊ നമ്മൾ ചൂട് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ ആവിയൊക്കെ പൊങ്ങി പോകണ്ടിട്ടില്ലേ, കൺവെക്ഷൻ. അങ്ങനെ കൺവെക്ഷൻ വഴിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ചൂട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? റേഡിയേറ്റീവ് സോണിൽ കണ്ടക്ഷൻ ആണ്, കൺവെക്റ്റീവ് സോണിൽ കൺവെക്ഷൻ ആണ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ. എന്ത് കണ്ടക്ഷൻ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇവിടെ കൺവെക്ഷനിലൂടെ കടന്നു പോകുന്നത്. അത്ര ഓർത്തിരിക്കുക, അതിൽ കൂടുതലായിട്ട് പോവാതിരിക്കുക. നമുക്ക് അത്രയും അറിഞ്ഞാൽ മതി. നമ്മുടെ NTPC പരീക്ഷയല്ലേ, നമുക്ക് അത്ര അറിഞ്ഞാൽ മതി. നമ്മുടെ റെയിൽവേയുടെ പരീക്ഷകൾക്ക് ഇത്രയും മതിയാവും. NTPC, JEE പോലുള്ള പരീക്ഷകൾക്ക് ഇത്ര മതിയാവും. അടുത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്റീരിയറിനെ പറ്റി സംസാരിച്ചു. ഏതൊക്കെ? കൺവെക്റ്റീവിനെ പറ്റി പറഞ്ഞു, റേഡിയേറ്റീവ് പറഞ്ഞു, കോർ പറഞ്ഞു. ഇനി നമുക്ക് എക്സ്റ്റീരിയറിൽ ആരൊക്കെ ഉണ്ട്? ക്രോമോസ്ഫിയറും ഫോട്ടോസ്ഫിയറും കൊറോണ ഇല്ലേ? അവരെ കൊണ്ട് പറഞ്ഞ് മുന്നോട്ട് പോവാം. എന്താണ്? ഫോട്ടോസ്ഫിയർ ഇസ് എക്സ്ട്രീംലി റെയർ ആൻഡ് അൺഈവൻ ബ്രൈറ്റ് ഔട്ടർ ലെയർ. സോ ബ്രൈറ്റ് അല്ലാത്ത ഉള്ളിലുള്ള ഒരു ലെയർ ആണ് ഏത്? ഫോട്ടോസ്ഫിയർ. മോസ്റ്റ് ഓഫ് ദ റേഡിയേഷൻ വരുന്നത് ഫോട്ടോസ്ഫിയറിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ചൂട് അവിടെയാണ്. സ്വാഭാവികല്ലേ, കുറച്ചുകൂടെ ഉള്ളിലല്ലേ. ഒന്നും കൂടെ പുറത്തേക്ക് വന്നു. എന്താണ്? ഇറ്റ് ഈസ് എ തിൻ ലെയർ ഓഫ് ബേണിംഗ് ഗ്യാസ്. കുറച്ചും കൂടെ കൂളായി, കുറച്ചും കൂടെ പുറത്തേക്ക് വന്നു. ഫോട്ടോസ്ഫിയർ കഴിഞ്ഞ് ഇവിടെ എത്തി. എവിടെ എത്തി? ക്രോമോസ്ഫിയറിലെത്തി. കുറച്ചുകൂടെ ചൂട് കുറഞ്ഞു. അവിടെ എന്ത് ചെയ്യാണ്? ഗ്യാസസ് ഉള്ളതുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, അത് നമ്മൾ കത്തുന്ന ലെയർ നമ്മൾ കാണുന്നത് ആരെ? അപ്പോ നമ്മൾ കാണുന്നത് ക്രോമോസ്ഫിയറിനെ. കത്തിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് ആരെ? നമ്മൾ കാണുന്നത് ക്രോമോസ്ഫിയറിനെ. ഇനി കൊറോണ ആരാണ്? ഡിസ്റ്റിങ്റ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്ലാസ്മ ദാറ്റ് സറൗണ്ട്സ് ദ സൺ. ഇത് ലെയർ അല്ല, ചുറ്റുള്ള ഭാഗം. ഓക്കെ, ഈ ചുറ്റുള്ള ഭാഗമാണ് എന്ത്? കൊറോണ. സോ നമ്മുടെ സണ്ണിന്റെ ചുറ്റുള്ള ഭാഗമാണ് എന്ത്? കൊറോണ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡൈലമ ഉണ്ട്, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താ? ശരിക്കും പറഞ്ഞാൽ ക്രോമോസ്ഫിയറിനല്ലേ ചൂട് കൂടണ്ടേ? ഇതിനെ ചൂട് വേണം, ഇതിന് ചൂട് കുറയണം. സോ ക്രോമോസ്ഫിയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൊറോണയ്ക്ക് ചൂട് കുറയണം. കാര്യം എന്താ? കോറിൽ നിന്ന് കുറഞ്ഞു വരുന്നല്ലേ പറഞ്ഞേ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? കൊറോണയ്ക്കാണ് ചൂട് കൂടുതൽ ക്രോമോസോമിനേക്കാളും. ക്രോമോസോം അല്ല, ക്രോമോസ്ഫിയറിനേക്കാളും ചൂട് കൂടുതൽ കൊറോണയ്ക്കാണ്. അതെന്താന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പല തിയറികളും ഉണ്ട്, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും കൊറോണ പുറത്തെ ലെയറാണ്, ക്രോമോസ്ഫിയർ അകത്തെ ലെയറാണ്. സോ ഏതിനാ ചൂട് കൂടുതൽ വേണ്ടേ? ക്രോമോസ്ഫിയറിനാണ് വേണ്ടേ. പക്ഷെ കൊറോണയ്ക്കാണ് ചൂട് കൂടുതലുള്ളത്. എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, സിൻസ് കൊറോണ എക്സ്റ്റെൻഡ് ടു മില്യൺ ഓഫ് കിലോമീറ്റേഴ്സ് and most easily seen during total solar eclipse. നമുക്ക് എക്ലിപ്സിന്റെ സമയത്ത് പറയാം. കൊറോണയെ നമുക്ക് നല്ലോണം എപ്പോൾ കാണാൻ പറ്റുമെന്ന് പറയുന്നത്? എക്ലിപ്സിന്റെ സമയത്ത് കാണാൻ പറ്റുന്ന പറയുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ തീരില്ല. സോ 3 ഡിവിഷൻസ് ഏതൊക്കെയാണ്? സണ്ണിന്റെ 3 ഡിവിഷൻസ്, ഇന്റീരിയർ ഡിവിഷൻസ്, കൺവെക്റ്റീവ് സോൺ, റേഡിയേറ്റീവ് സോൺ, കോർ. എക്സ്റ്റീരിയർ എത്ര ഏതൊക്കെയാണ്? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. NCERT-യിൽ ഇല്ല, പക്ഷെ നമ്മൾ പഠിച്ചു വെക്കണം. എൻ്റെ അടുത്ത് ക്ലാസ്സിൽ കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാറേ എനിക്കൊരു ബേസ് ഇല്ല, ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, NCERT പാഠപുസ്തകങ്ങൾ. എന്തുകൊണ്ടാണ് NCERT നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഫൗണ്ടേഷൻ ആവണമെന്ന് പറയുന്നത്? ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് NCERT-യിൽ നിന്നാണ്. അതുപോലെ തന്നെ NCERT ആയിരിക്കണം നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് തന്നെയാണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ഡീകോഡിംഗ് NCERT സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT പാഠപുസ്തകങ്ങൾ ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഓരോ വിഷയങ്ങൾക്കും ഏതൊക്കെ NCERT-യിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് PDF നമ്മൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും NCERT വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റും. അപ്പോൾ നമ്മൾ സണ്ണിന്റെ ഈ പറയുന്ന പോലെ ഇന്റീരിയർ ലെയേഴ്സും ഔട്ടറിലുള്ള ലെയേഴ്സും മനസ്സിലാക്കി. ഏതെല്ലാം? നമ്മൾ കോർ മനസ്സിലാക്കി, റേഡിയേറ്റീവ് സോൺ മനസ്സിലാക്കി, കൺവെക്റ്റീവ് സോൺ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഇന്റീരിയറിലുള്ള എന്തെല്ലാം മനസ്സിലാക്കി? നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ക്രോമോസ്ഫിയർ, ഫോട്ടോസ്ഫിയർ, കൊറോണ, ഇതിനെ മനസ്സിലാക്കി. ഇനിയും കുറച്ച് ആൾക്കാരുണ്ട്. ആര്? ഒന്നാമത്തെ സൺസ്പോട്ട്. എന്താ സൺസ്പോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സണ്ണ് പൊതുവെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു ഡാർക്ക് സ്പോട്ട് വന്നു വിചാരിക്കുക, അത് നമ്മൾ സൺസ്പോട്ട് എന്ന് വിളിക്കും. ഓക്കെ, ടെമ്പററി ഫിനോമിന ഓഫ് ഫോട്ടോസ്ഫിയർ. എവിടെ? ഫോട്ടോസ്ഫിയറിലുള്ളതാണ്. നോട്ട് ദ പോയിന്റ്, ഫോട്ടോസ്ഫിയറിലുള്ളതാണ്. ഫോട്ടോസ്ഫിയറിലുള്ള ഈ വിസിബിളി ഡാർക്ക് ആയിട്ടുള്ള സ്പോട്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സൺസ്പോട്ടുകൾ വിളിക്കുന്നു. ഓക്കെ,
സൺസ്പോട്ട്. സാധാരണ ഉള്ള ആക്ടിവിറ്റി അവിടെ ഇല്ല, അവിടെ ആക്ടിവിറ്റികൾ കുറവാണ്. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? സൺസ്പോട്ട് എന്ന് വിളിക്കുന്നു. 11 കൊല്ലത്തെ സൈക്കിളിൽ ഇത് എന്ത് ചെയ്യും? ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മാറി വന്നുകൊണ്ടേയിരിക്കും. കാര്യം 11 കൊല്ലത്തെ സൈക്കിളിലാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്വിച്ച് ചെയ്യുക സണ്ണിന്റെ. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. 11 കൊല്ലങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കും സൺസ്പോട്ടുകൾ. എന്താണ് സൺസ്പോട്ടുകൾ? സാധാരണ ആ ഏരിയകളിലുള്ള ചൂടിനേക്കാൾ 500 മുതൽ 1500 വരെ സെന്റിഗ്രേഡ് കുറവാണ്. ഓക്കെ, സെൽഷ്യസ് എത്ര കുറവാണ്? 500 മുതൽ 1500 വരെ സെൽഷ്യസ് കുറവാണ്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദ ഹയസ്റ്റ് സൺസ്പോട്ട് ആക്ടിവിറ്റി ഉള്ള സൈക്കിളിനെ നമ്മൾ സോളാർ മാക്സിമം എന്ന് വിളിക്കുന്നു. ലോവസ്റ്റ് ആക്ടിവിറ്റി ഉള്ളതിനെ സോളാർ മിനിമം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഹയസ്റ്റ് ആക്ടിവിറ്റിനെ സോളാർ മാക്സിമം എന്നും ലോവസ്റ്റ് ആക്ടിവിറ്റിനെ സോളാർ മിനിമം എന്ന് വിളിക്കുന്നു. വളരെ ലോജിക്കൽ അല്ലേ, സിമ്പിൾ അല്ലേ? ഏറ്റവും കൂടുതൽ സോളാർ ആക്ടിവിറ്റി ഉള്ള സൈക്കിൾ ആണെന്ന് വിചാരിക്കും, 11 ഇയറിന്റെ സൈക്കിൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉള്ള സൈക്കിൾ ആണെങ്കിൽ സോളാർ മാക്സിമം അല്ലെങ്കിൽ സോളാർ മിനിമം. ലോജിക്കലാണ്, ട്വിസ്റ്റ് ഒന്നുമില്ല. ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ പാട്. ലോജിക്കലാണെങ്കിൽ നിങ്ങൾ എങ്ങനെയല്ല ഓർത്തിരിക്കും, എനിക്കറിയാം. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത സോളാർ വിൻഡ് ആണ്. ഈ സണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ സണ്ണിൽ നിന്ന് പ്ലാസ്മ എല്ലാം കൂടി വിൻഡായിട്ട് പുറപ്പെടുന്നുണ്ട്. പ്ലാസ്മ എന്താണ്? പ്ലാസ്മ അയണൈസ്ഡ് ആറ്റംസ് ആണ്. അതുപോലെ എനർജൈസ്ഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, പിന്നെ എന്താ നമ്മളിത് ബാധിക്കാത്തത് എന്താ? ഈ പ്ലാസ്മ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മുടെ ഇന്റർനെറ്റ് ഉണ്ട്, നമ്മുടെ സാറ്റലൈറ്റ്സ് ഉണ്ട്, ഇവർക്കെല്ലാം ഇത് നെഗറ്റീവാ. പക്ഷെ നമ്മളെങ്ങനെ സുരക്ഷിതമായിട്ട് എർത്തിനൊരു മാഗ്നറ്റിക് സ്ഫിയർ ഉണ്ട്. ഓക്കെ, ഇത് എർത്താണെങ്കിൽ എർത്തിന്റെ നോർത്ത് പോള്, സൗത്ത് പോള്, മാഗ്നറ്റിക് സ്ഫിയർ എർത്തിന് ചുറ്റുമുണ്ട്. ഓക്കെ, എർത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് സ്ഫിയർ ഉണ്ട്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ മാഗ്നറ്റ്സ് പഠിച്ചിട്ടില്ലേ? എർത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് സ്ഫിയർ ഉണ്ട്. ഓക്കെ, ഈ മാഗ്നറ്റിക് സ്ഫിയർ ആണ് ഈ പറയുന്ന എന്തിനെ? വിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നത്. കണ്ടോ? ബ്ലോക്ക് ചെയ്ത് മുകളിലോട്ട് ഇടുന്നുണ്ടോ? കണ്ടോ? പക്ഷെ എന്ത് പറ്റുന്നു? ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ നോർത്ത് സൗത്ത് പോളിന്റെ ഏരിയ, നോർത്ത് പോൾ സൗത്ത് പോളിന്റെ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ മാഗ്നറ്റിക് കുറച്ച് വീക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് വീക്കാണ്. അങ്ങോട്ട് മാത്രം ഇത് ഇടിച്ചു കയറും. അങ്ങനെ ഇടിച്ചു കയറുമ്പോൾ അവിടെ എന്തുണ്ടാവും? നോർത്തേൺ ലൈറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നോർവേയിലോ യുഎസിലല്ല നോർവേയിലോ റഷ്യയിലോ സ്വീഡനിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവും? അല്ലെങ്കിൽ പല ഫിലിംസിലും കണ്ടിട്ടുണ്ടാവും, പച്ച കളറ്, മഞ്ഞ കളറ്, ഫ്ലൂറസൻ ലൈറ്റ്സ് ഒക്കെ ആകാശത്ത് ഇങ്ങനെ പരന്നെടുക്കുന്നത്. അതെന്താണ്? ഈ സോളാർ വിൻഡ് വീക്കായിട്ടുള്ള ധ്രുവങ്ങളിൽ ചെല്ലുമ്പോൾ, എവിടെ? പോളാർ ഏരിയയിൽ ചെല്ലുമ്പോൾ, ഈ ഏരിയയിൽ ചെല്ലുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ടാവും? അവരവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് കൂട്ടിയിടിച്ച് ഫോട്ടോൺസ് ഉണ്ടാക്കും, ലൈറ്റ് ഉണ്ടാക്കും. ഫോട്ടോൺസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ലൈറ്റ് ഉണ്ടാക്കും. അങ്ങനെയാണ് ആ കളറുകൾ തന്നെ. നിങ്ങൾ മൊബൈലിൽ ഇപ്പൊ തന്നെ എടുത്ത് അടിച്ചു നോക്കുക, അറോറ ബോറിയാലിസ്. എന്താണ് പേര്? ഈ പറയുന്ന അവസ്ഥയ്ക്ക് പറഞ്ഞ പേരെന്താണ്? അറോറ ബോറിയാലിസ്. പലരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവർ കേൾക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയാം. ജസ്റ്റ് നിങ്ങൾക്ക് കണക്ഷന് വേണ്ടിയിട്ട്. ഇത് ഒറ്റയായിട്ട് പഠിക്കേണ്ട കാര്യമാണോ? അറോറ ബോറിയാലിസ് എന്നാട്ടോ പറയുന്നതിനിടയിൽ ഞാൻ മറന്നുപോയി. അറോറ ബോറിയാലിസ്. ഇതെവിടെയാണ്? ഇത് നോർത്തേൺ സൈഡിലുള്ളത്. ഇനി സദേൺ സൈഡിലുള്ളതിന്റെ പേരെന്താണ്? ഓസ്ട്രേലിയ എവിടെയാ? താഴെ. സോ ഓസ്ട്രേലിയാലിസ്. ഓക്കെ, സോ അറോറ ബോറിയാലിസും ഓസ്ട്രേലിയാസിസും നമുക്കിനി പഠിക്കാം, മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക. അറോറ ഉണ്ടാവുന്ന എപ്പോഴാ? സോളാർ വിൻഡ് കൊണ്ടാണ്. ഇനി നമുക്ക് അറോറയുടെ ചാപ്റ്റർ വരുമ്പോൾ ഒന്നും കൂടെ സോളാർ വിൻഡിനെ പഠിക്കാം. അങ്ങനെയല്ല, ഓർത്തിരിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് സോളാർ ഫ്ലെയർസ്. സോളാർ ഫ്ലെയർസ് വളരെ എളുപ്പമാണ്. സൺ ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീജ്വാലകൾ പുറത്തേക്ക് തെറിക്കുന്ന ഈ പരിപാടിയാണ് എന്ത്? സോളാർ ഫ്ലെയർസ്. എന്താണ്? ദ ഫ്ലെയർസ് ആർ മാഗ്നറ്റിക് സ്റ്റോംസ് വിച്ച് അപ്പിയർ ടു ബി ബ്രൈറ്റ് സ്പോട്സ് ഇൻ ഗേഷ്യസ് സർഫസ് ഇറപ്ഷൻ. ഈ സർഫസ് ഇറപ്ഷനിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്സിന് നമ്മൾ എന്തായാലും ഫ്ലെയർസ് എന്ന് വിളിക്കും. ഡാർക്കിനെ നമ്മൾ സൺ സ്പോട്സ് എന്നും വിളിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. സോ സോളാർ വിൻഡ് പഠിച്ചു, സ്പോർട്സ് പഠിച്ചു, അതുപോലെ തന്നെ എന്ത് പഠിച്ചു? ഫ്ലെയർസും പഠിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. സോ നമ്മൾ സണ്ണിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. ഇനി സണ്ണിന്റെ കൂട്ടുകാരെ നോക്കാം, അല്ലെങ്കിൽ സണ്ണിന്റെ ചുറ്റും കറങ്ങുന്നവരെ നോക്കാം, പ്ലാനറ്റ്സിനെയും ആസ്റ്റിറോയിഡ്സിനെയൊക്കെ നോക്കാം. ഓക്കെ, സോ നമ്മുടെ 8 പ്ലാനറ്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു 8 പ്ലാനറ്റ്സ് സണ്ണിന്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. അതിൽ മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ്. മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ്. ഓക്കെ, ഇവരാരാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാഴ്സ് ആരാണ്? ടെറസ്ട്രിയൽ ആണ്. എന്താണ് ടെറസ്ട്രിയൽ? എർത്തിനെ പോലെ ഇരിക്കുന്നവര്. ഓക്കെ, ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ എർത്തിനെ പോലെ ഇരിക്കുന്നവര്. ബാക്കിയുള്ളവരോ? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂണോ? ഇവരാരാണ്? ഇവര് ജോവിയൻ ആണ്, ജൂപ്പിറ്ററിനെ പോലെ ഇരിക്കുന്നവര്. ഓക്കെ, ഇവര് ജോവിയൻ ആണ്, ജൂപ്പിറ്ററിനെ പോലെ ഇരിക്കുന്നവരാ ജോവിയൻ. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാം. എന്തിങ്ങനെ ഗ്രൂപ്പ് ചെയ്തു, അതിനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്ക് പറയാം. സോ ഇത്രയും പേരെ നമ്മൾ ടെറസ്ട്രിയൽ, അതായത് എർത്ത് ലൈക്ക് എന്ന് വിളിക്കുന്നു. ടെറസ് എന്ന് പറയുമ്പോൾ എർത്താണ്, റോക്കി, റോക്കുള്ള സർഫസ്, എർത്ത് ലൈക്ക്. ഇവർ ഗ്യാസ് ഉള്ള ആൾക്കാരാ.
ഗ്യാസി സർഫസ് ആണ്, ഇവർക്ക് ഡെൻസിറ്റി കുറവാ. ഓക്കെ, ഇവരുടെ ചുറ്റും ഫുള്ള് ഗ്യാസാ. ഇവർ നമ്മൾ ജോവിയൻ എന്ന് വിളിക്കുന്നു, ഇവർ നമ്മൾ ടെറസ്ട്രിയൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ നമ്മൾ ജോവിയൻ പ്ലാനറ്റ്സ് എന്നും മെർക്കുറി, വീനസ്, എർത്ത്, മാർസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും വിളിക്കുന്നു. ഓക്കെ, സോ 2 തരമുള്ളത് 8 പ്ലാനറ്റ്സിനെ 4 ഡിവൈഡ് ചെയ്തു, ഇങ്ങനെ 2 മാറ്റി. ഇനി 2 പ്രത്യേകത നമുക്ക് ടേബിളിൽ തന്നെ നോക്കാം കേട്ടോ. അതിനു മുന്നേ ഇവരാരാ നമ്മൾ പറഞ്ഞു? ടെറസ്ട്രിയൽ. ഇവരാരാ നമ്മൾ പറഞ്ഞു? ഇവര് ജോവിയൻ. ഈ ജോവിയന്റെയും ടെറസ്ട്രിയലിന്റെ ഇടയ്ക്ക് ഒരു ബെൽറ്റ് ഉണ്ട്, കുറെ റോക്കി പാർട്ടിക്കിൾസ് ഉള്ള ബെൽറ്റ്. സോ ഈ റോക്കി പാർട്ടിക്കിൾസ്, കുറെ റോക്കുകളുള്ള ബെൽറ്റിനാണ് നമ്മൾ എന്താ പറയുക? ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് വിളിക്കുക. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ എങ്ങനെ പഠിക്കും മാർസിനും ജൂപ്പിറ്ററിനെയും? നമ്മൾ മൈക്കൽ ജാക്സനെ ഓർക്കുക, മാർസും ജൂപ്പിറ്ററും. മൈക്കൽ ജാക്സന്റെ ബെൽറ്റിനെ ഓർക്കുക, അതെന്താണ്? ആസ്റ്ററോയിഡ് ബെൽറ്റ് ആണ്. ആ ബെൽറ്റിനെ ഓർക്കുക. ഈ മൈക്കൽ ജാക്സന്റെ ബെൽറ്റിനെ ഓർക്കുന്നു, മാർസ് കഴിഞ്ഞാൽ ആസ്റ്ററോയിഡ് ബെൽറ്റ് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ. ഇതുപോലെ തന്നെ വേറൊരു ബെൽറ്റ് ഉണ്ട്, ക്യൂപ്പർ ബെൽറ്റ്. നമ്മുടെ ഡ്വാർഫ് പ്ലാനറ്റ്സും നമ്മുടെ പ്ലൂട്ടോയൊക്കെ ഇപ്പൊ അവിടെയാ. പ്ലൂട്ടോ അതിൽ പെട്ടതായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതും. പ്ലൂട്ടോനെ പറ്റി നമുക്ക് പറയാം ഇനി മുന്നോട്ട്. സോ നെപ്റ്റ്യൂണിന് അപ്പുറമുള്ള ഒരു ബെൽറ്റ് ആണ് എന്ത്? ക്യൂപ്പർ ബെൽറ്റ്. ഓർത്ത് വയ്ക്കുക, നെപ്റ്റ്യൂൺ അപ്പുറേ, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ലാസ്റ്റ് ആയിട്ടുള്ള നെപ്റ്റ്യൂൺ അപ്പുറേ ഉള്ളത് ക്യൂപ്പർ ബെൽറ്റ്, മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ളത് ആസ്റ്ററോയിഡ് ബെൽറ്റ്. ഈ 2 വാക്കുകൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇവരെ പറ്റി പറയുമ്പോൾ കൂടുതൽ ഇവ രണ്ടിനും പരിചയപ്പെടാം. ആരെ? ഈ ബെൽറ്റുകളെ പരിചയപ്പെടാം. തൽക്കാലം നമുക്ക് ടെറസ്ട്രിയൽ മനസ്സിലായി, ജോവിയൻ മനസ്സിലായി. സോ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? വലിപ്പം അനുസരിച്ച് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. സോ ഇങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം. വലിപ്പം അനുസരിച്ച് നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. ഏറ്റവും വലിയ ആള് ജൂപ്പിറ്റർ ആണ്, ഏറ്റവും ചെറിയ ആള് മെർക്കുറി ആണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, ഇതറിയാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. ഇതറിയാത്തവർ ഇത് മാത്രം പഠിക്കുക. ഓക്കെ, ജൂപ്പിറ്റർ കഴിഞ്ഞ ഒരു സണ്ണെന്ന് എഴുതാം, അതിൻ്റെ ഒരു EVM എന്ന് എഴുതാം. ഓക്കെ, ജൂപ്പിറ്റർ എൻ്റെ ഒരു സണ്ണെന്ന് എഴുതാം, അതായത് സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അതിൻ്റെ ഒരു EVM എഴുതാം, എർത്ത്, വീനസ്, മാർസ്, മെർക്കുറി. ഓക്കെ, ഇങ്ങനെ ഒരു കോഡ് ഇട്ട് വേണമെങ്കിൽ പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഡ് ഇട്ട് പഠിക്കാം. ഇപ്പൊ എന്നോട് ചോദിക്കാൻ ഞാൻ കാണാതെ പറയാം ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അത് കഴിഞ്ഞാൽ എർത്ത്, വീനസ്, മാർസ്, മെർക്കുറി. എനിക്ക് കാണാതെ പറയാൻ പറ്റും. കാര്യം എന്താ? ഞാൻ ഈ കോഡ് ഇട്ടാണ് ആദ്യം മുതലേ പഠിച്ചത്. സോ കോഡുകൾ എടുക്കുക, നിമോണിക്സ് ഇടുക, മാക്സിമം അങ്ങനെ പഠിക്കുക. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള സബ്ജക്ട് അങ്ങനെ പഠിക്കുന്ന എളുപ്പം. സോ സൈസ് വെച്ച് നമ്മൾ പഠിച്ചു. ആദ്യം ജൂപ്പിറ്റർ വരുന്നു, പിന്നെ ഈ ഓർഡറിൽ മെർക്കുറിയിൽ അവസാനിക്കുന്നു. കോഡിട്ട് പഠിക്കുക, ഏറ്റവും നല്ലത് അതാണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള വ്യത്യാസം പഠിക്കാം നമുക്ക്. സോ ആദ്യത്തെ വ്യത്യാസം, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന് റിങ് ഇല്ല. ഇവർക്ക് റിങ് ഉണ്ട്. ഇവിടെ എഴുതിയിട്ടില്ല, അത് ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയാണ്. റിങ് ഉണ്ട്. സാറ്റേണിന് ചുറ്റും, ജൂപ്പിറ്ററിന് ചുറ്റും, യുറാനസിന് ചുറ്റും, നെപ്റ്റ്യൂണിന് ചുറ്റും റിങ് ഉണ്ട്. ഇവന്മാർക്ക് ചുറ്റും റിങ് ഉണ്ട്, ഇവന്മാർക്ക് ചുറ്റും റിങ് ഇല്ല. അടുത്തത്, ഇവന്മാർ ചെറുതാണ്. ആര്? ടെറസ്ട്രിയൽ ചെറുതാണ്, ഇത് കുറച്ചുകൂടെ വലുതാണ്, ഹ്യൂജ് ആണ്. ഇവരുടെ റോക്കി ആയിട്ടുള്ള സർഫസ് ആണ്, അയണിന്റെ കണ്ടന്റ് കൂടുതലാണ്. ഇവരുടെ ഗേഷ്യസ് ആണ്, റോക്കി അല്ല, സോളിഡ് അല്ല, ഗേഷ്യസ് ആണ്, ഹൈഡ്രജൻ, ഹീലിയം ഉള്ളത്. അതുകൊണ്ടാണ് ഗ്യാസ് ജെയിന്റ് എന്ന് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഗ്യാസ് കൂടുതലാന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് ആട്ടോ. ഇവർ നമ്മൾ ഔട്ടർ പ്ലാനറ്റ്സ് എന്നും ഇവർ നമ്മൾ ഇന്നർ പ്ലാനറ്റ്സ് എന്നും പറയാറുണ്ട്. നമ്മൾ കണ്ടതാണ് NCERT. ഓർത്ത് വയ്ക്കുക, ഇവർ ഇന്നർ, ഇവർ ഔട്ടർ. ഇവരുടെ ഇടയിലുള്ളത് ആരായിരുന്നു? ആസ്റ്ററോയിഡ് ബെൽറ്റ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. എങ്ങനെ ക്ലബ് ചെയ്ത് ഓർത്ത് വയ്ക്കുക, ഒന്നും മറക്കാതെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ക്ലബ് ചെയ്ത് ഓർത്ത് വയ്ക്കുക. അടുത്തത്, ഇവരുടെ ഉള്ളിൽ നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇവർക്കോ ഗ്യാസ് ജയന്റ് ആണ്. ഇവരുടെ അടുത്ത് ഒരുപാട് ഗ്യാസുകൾ ഉണ്ട്. ഓക്കെ, നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും മാത്രമല്ല, ഒരുപാട് ഗ്യാസുകളുണ്ട്. മെയിൻ ആയിട്ട് ഹൈഡ്രജനും ഹീലിയവുമാണ് അവിടെ ഉള്ളത്, ഗ്യാസ് ജയന്റിന്റെ അടുത്തുള്ളത്. പിന്നെ ഇവർക്ക് സണ്ണിൽ നിന്ന് ഒരുപാട് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഐസാണ്. ഇവര് എങ്ങനെയാണ്? കോൾഡറാണ്. ഇവർക്ക് താരതമ്യേന ചൂടാണ്. കാര്യം എന്താ? സണ്ണിനോട് അടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഡിവിഷൻ മനസ്സിലാക്കുക. ഇവിടുന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ജോവിയനും ടെറസ്ട്രിയലും തമ്മിലുള്ള മെയിൻ വ്യത്യാസം, റിംഗ് ഉള്ളതാർക്കാ? ജോവിയന്. ഇവന്മാർക്ക് റിംഗ് ഇല്ല, ടെറസ്ട്രിയലിന് റിംഗ് ഇല്ല. കാര്യം എന്താ? എർത്തിന്റെ സ്വഭാവങ്ങളുള്ളതെല്ലാം ടെറസ്ട്രിയൽ. എർത്തിന് റിംഗ് ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ടെറസ്ട്രിയലാർക്ക്. അടുത്തത്, ഒരു പ്ലാനറ്റ്, ഒരു സെലസ്റ്റിയൽ ബോഡിനെ പ്ലാനറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഈ എന്തൊക്കെ നിബന്ധനകൾ വേണം? കാര്യം ഈ നിബന്ധനകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരാളെ ഒഴിവാക്കി. ആരെ? പ്ലൂട്ടോനെ ഒഴിവാക്കി. സോ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? സണ്ണിന് ചുറ്റും കറങ്ങുക. ഒരു സെലസ്റ്റിയൽ ബോഡി പ്ലാനറ്റ് ആവണമെങ്കിൽ അവൻ സണ്ണിന് ചുറ്റും കറങ്ങണം. അടുത്തത്, അവന് സഫീഷ്യന്റ് മാസ് വേണം. മറ്റുള്ളവർ പിടിച്ചു വലിച്ചാൽ പോകാതിരിക്കാനും മാത്രം മാസ് വേണം. എന്ത്? ദ പ്ലാനറ്റ് മസ്റ്റ് ഹാവ് ഇനഫ് മാസ് ഫോർ ഇറ്റ്സ് ഗ്രാവിറ്റി ടു ഓവർകം റിജിഡ് ബോഡി ഫോഴ്സസ് ടു അസ്യൂം എ നിയർലി റൗണ്ട് ഷേപ്പ്. ഏകദേശം റൗണ്ട് ഷേപ്പ് ഉള്ള, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത്യാവശ്യമുള്ള മാസ് ഉള്ള ഒരാളായിരിക്കണം. ഓക്കെ, ഇത് രണ്ടും പക്ഷെ പ്ലൂട്ടോനുണ്ട്. പ്ലൂട്ടോൻ ഇല്ലാത്തത് എന്താ? ക്ലിയർ നെയ്ബർഹുഡ് വേണം. നെയ്ബർഹുഡ് എന്താണ്? ക്ലിയർ ആയിട്ട് വേണം. അതിനെ കൊളൈഡ് ചെയ്യാൻ പാടില്ല വേറൊന്നും.
ഇവർ ഈ പറയുന്ന ഒരു പ്ലാനറ്റ് വേറൊരു പ്ലാനറ്റിന്റെ ഓർബിറ്റിൽ പോയി കൊളൈഡ് ചെയ്യാനും പാടില്ല. പക്ഷെ പ്ലൂട്ടോ എന്ത് ചെയ്യുന്നില്ല, പ്ലൂട്ടോനെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം പ്ലാനറ്റ് ആയതിനെ പിന്നീട് പിടിച്ച് ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി. 2006 IAU ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഇവർ പിടിച്ച് എന്താക്കി, ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി. കാര്യം എന്താ, ഇത് ക്യൂപ്പർ ബെൽറ്റിലെ ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ നേരത്തെ ക്യൂപ്പർ ബെൽറ്റ് പറഞ്ഞില്ലേ, ക്യൂപ്പർ ബെൽറ്റിലെ ഒബ്ജക്റ്റ് മാത്രമാണ്. ഇവർ എന്ത് ചെയ്യുന്നില്ല, ഇവര് മൂന്നാമത്തെ നിബന്ധന പാലിക്കുന്നില്ല. എന്താണ് മൂന്നാമത്തെ നിബന്ധന, കണ്ടില്ലേ, നെയ്ബർഹുഡ് ക്ലിയർ അല്ല. നമുക്ക് എന്താ ക്യൂപ്പർ ബെൽറ്റ് ഒന്ന് നോക്കിക്കളയാം. ക്യൂപ്പർ ബെൽറ്റ് എന്താ ക്ലിയർ അല്ല എന്ന് പറയുന്നത്, കണ്ടോ, ഇത്രയും ഒബ്ജക്ട്സ് ഉള്ള ക്യൂപ്പർ ബെൽറ്റിലെ ഒരാളാണ് ഈ പ്ലൂട്ടോ. സോ ഓർബിറ്റ് ഉണ്ടെങ്കിലും അതിന്റെ പരസ്പരം അതിന്റെ അടുത്ത് ഒരുപാട് ഐസി റോക്കി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ട്, ആസ്റ്റിറോയിഡുകൾ പോലെ. സോ ഇത് നമുക്ക് വ്യക്തമായിട്ട് വിളിക്കാൻ പറ്റില്ല. സോ വിളിക്കാത്തതിന്റെ കാരണം മനസ്സിലായില്ലേ, എന്തുകൊണ്ടാ, ഈ 3 നിബന്ധനകളിൽ ഒന്നില്ലാത്തതുകൊണ്ടാണ് പ്ലൂട്ടോനെ എടുത്ത് മാറ്റിയത്. എടുത്ത് മാറ്റിയ ആള് IAU ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഏത് കൊല്ലം, 2006. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമുക്ക് ഈ പ്ലാനറ്റ്സിനെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. മെർക്കുറിനെ നോക്കാം, സ്മോളസ്റ്റ് പ്ലാനറ്റ് ആണ്, സണ്ണിനോട് ഏറ്റവും അടുത്തെടുക്കുന്ന ആളാണ്, അറ്റ്മോസ്ഫിയർ ഇല്ല. ഈ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തപ്പോഴുള്ള കുഴപ്പം എന്താ, അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലേ നമ്മുടെ കയ്യിലുള്ള ചൂടിനെ റീറ്റെയിൻ ചെയ്ത് പിടിക്കുള്ളൂ. നമ്മൾ പറയാറില്ലേ, നല്ല മേഘങ്ങളുണ്ട് അല്ലെങ്കിൽ മഴയത്ത് ചൂട് കൂടുന്നു പറയാറില്ലേ, മേഘങ്ങൾ എന്ത് ചെയ്യും, ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, സോ മെർക്കുറിക്ക് വീനസിനേക്കാളും ചൂട് കുറവാണ്. സണ്ണിനോട് അടുത്ത് കിടക്കുന്നത് മെർക്കുറിയാ, പക്ഷെ ചൂട് കൂടുതൽ ആർക്കാ, വീനസിനാ. കാര്യം എന്താ, വീനസിന്റെ അടുത്ത് അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ ഗ്രീൻ ഹൗസ് എഫക്ട് പോലത്തെ എഫക്ട് ഉണ്ടാക്കും, ചൂടിനെ പിടിച്ചു നിർത്തും അതിന്റെ ഉള്ളിൽ. സോ വീനസ് ആണ് കുറച്ചുകൂടെ ബ്രൈറ്റും കുറച്ചുകൂടെ ടെമ്പറേച്ചർ ചൂട് കൂടുതലും മെർക്കുറിനേക്കാളും. കാര്യം എന്താ, ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ചൂട് റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. സ്മോളസ്റ്റ് ആണ്, ക്ലോസസ്റ്റ് ആണ്, പക്ഷെ ബ്രൈറ്റ് ആരാണ്, വീനസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. വീനസ് എന്താണ്, വീനസ് എന്ന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യം എർത്തിന്റെ ട്വിൻ ആണ്. പിന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമ്മൾ പറഞ്ഞു സണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ വീനസും യുറാനസും മാത്രം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്, ബാക്കി എല്ലാവരും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. നമ്മുടെ എർത്ത് ആയിക്കോട്ടെ, ബാക്കി പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, സൺ ആയിക്കോട്ടെ, സ്വന്തം അച്ചുതണ്ടില് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. വി എപ്പോഴും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് കറങ്ങുന്നത്. ബ്രൈറ്റസ്റ്റ് സൺ ഇൻ ദ സോളാർ സിസ്റ്റം ആണ്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് സൺ ആണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് സ്റ്റാർ എന്നും മോർണിംഗ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. പണ്ട് നമ്മുടെ പൂർവികർ എന്ത് ചെയ്യുന്നു, ആകാശത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഒരു വലിയ സ്റ്റാർ പോലത്തെ എന്തോടെ നിൽപ്പുണ്ട്. അവർക്ക് അറിയില്ല അത് ഗ്രഹമാണെന്ന്. ഇവരെന്ത് ചെയ്തു, അതിനൊരു സ്റ്റാർ എന്ന് വിളിച്ചു. പക്ഷെ ശരിക്കും സ്റ്റാർ ആണോ, അല്ല, അതെന്താണ്, ഒരു പ്ലാനറ്റ് ആണ്. ശരിക്കും വീനസ് ആയിരുന്നു. ഓക്കെ, ശരിക്കും ഏതായിരുന്നു, അത് വീനസ് ആയിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കിയത് വീനസ് ആയിരുന്നു. വീനസ് ഇസ് ബൈ ഫാർ ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. കാര്യം എന്താ, മെർക്കുറി ആയിരിക്കണം ഹോട്ടസ്റ്റ്, പക്ഷെ ഇവർക്ക് എന്തുണ്ട്, അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട്, എന്താ, സ്വന്തമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട്, CO2 കൂടുതലുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഈ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. സോ ഏറ്റവും കൂടുതൽ ചൂടുള്ളതും ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളതും ആരാണ്, ഈ പറയുന്ന പോലെ വീനസ് ആണ്. ഓർത്ത് വയ്ക്കുക. വീനസിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താ, എർത്തിന്റെ ട്വിൻ ആണ്, ബ്രൈറ്റസ്റ്റ് ആണ്, ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ, അതുപോലെ CO2 കൂടുതൽ, ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇത്രയും ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്തേക്ക് മൂവ് ഓൺ ചെയ്യാം. അടുത്ത ആളാരാ, അടുത്ത മാർസിനെ നമ്മൾ എന്താ വിളിക്കുക, റെഡ് പ്ലാനറ്റ് എന്നാ വിളിക്കുക. അയണിന്റെ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് റെഡ് പ്ലാനറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, നമുക്ക് എർത്തിൽ നോക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാണാൻ പറ്റും. നമുക്ക് മെർക്കുറിനെയും വീനസിനെയും മാർസൊക്കെ അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എർത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്ന ഈ പറയുന്ന സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ വോൾക്കാനോ, നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ വോൾക്കാനോ ഒളിമ്പസ് മോൺസ് എവിടെ ഉള്ളതാണ്, മാർസിൽ ഉള്ളതാണ്. ഓർത്ത് വയ്ക്കുക, ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്ന ഒരു വോൾക്കാനോ മാർസിലുള്ളതാണ്. അതാണ് സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലുത്. മാർസിന്റെ 2 മൂൺസ് ഏതൊക്കെയാണ്, ഫോബസും ഡെയിമോസും. നിങ്ങൾ ഓർത്തു വയ്ക്കുക, നമ്മൾ ഇതിനു മുന്നേ പഠിച്ച മെർക്കുറിക്കും വീനസിനും മൂണില്ല. എർത്തിനൊരു മൂണുണ്ട്, അതിന്റെ പേരെന്താണ്, നമ്മുടെ മൂൺ അല്ലെങ്കിൽ നാച്ചുറൽ സാറ്റലൈറ്റ്. ഇനി മാർസിനോ 2 മൂണുണ്ട് അല്ലെങ്കിൽ 2 നാച്ചുറൽ സാറ്റലൈറ്റ് ഉണ്ട്, അത് ഫോബോസും ഡെയിമോസും. ഓക്കെ, അത് ഓർത്തു വയ്ക്കുക. ചോദ്യം ചോദിക്കാം, ഓഫ് ഓൾ ദ പ്ലാനറ്റ് സോളാർ സിസ്റ്റം ദ സീസൺ ഓഫ് മാർസും എർത്തും ഒരുപോലെയാണ്. മാർസിന്റെ എർത്തിന്റെയും സീസൺ ഒരുപോലെയാണ്. കാര്യം എന്താ, ഏതാണ്ട് ഒരേ അച്ചുതണ്ടാണ്, ഏതാണ്ട് ഒരുപോലെയാണ് രണ്ടിന്റെയും ആക്സിസ് ഇരിക്കുന്നത്. സീസൺസ് തീരുമാനിക്കുന്നത് റൊട്ടേഷനും അതിന്റെ ആക്സിസിന്റെ ടിൽറ്റും ആണ്.
ഓക്കെ, നമുക്ക് സീസൺസ് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇത്രയും ഓർക്കുക, നമ്മൾ മാർസിനെ കോളനൈസ് ചെയ്യാൻ പറ്റി പറയുന്നുണ്ട്. എലോൺ മസ്ക് ഇവിടുന്ന് സാറ്റലൈറ്റ്സ് വിടുന്നുണ്ട്. നമ്മൾ മാർസിനെ കോളനൈസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് എർത്ത് അല്ലാതെ വേറെ സ്ഥലത്ത് പോയി താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാർസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അവിടെ എർത്തിന്റെ പോലത്തെ സീസൺസ് ഉള്ളതുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അവിടെ വെള്ളം ഉള്ളതുകൊണ്ടല്ല, എർത്തിനെ പോലത്തെ സീസൺസ് ഉണ്ട്. അതുകൊണ്ടാ എർത്തിന്റെ അത്ര നല്ല ഷിഫ്റ്റ്, ടിൽറ്റ്, ആക്സിസ്, സ്വന്തം അച്ചുതണ്ടിലുള്ള ടിൽറ്റ് അത്ര തന്നെ മാർസിൽ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, എർത്തിന്റെ ട്വിൽട്ടും അല്ലെങ്കിൽ എർത്തിന്റെ സീസൺസ് ഒക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് നമ്മൾ മാർസിനെ കോളനൈസ് ചെയ്യണം, നമുക്ക് എർത്ത് നശിച്ചു പോയാൽ നമുക്ക് മാർസിലേക്ക് പോകാമെന്ന് എലോൺ മസ്കിനെ പോലെയുള്ള അല്ലെങ്കിൽ നാസേനെ പോലെയുള്ളവർ ആലോചിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ അടുത്തത് മാർസ് കഴിഞ്ഞു, നമുക്ക് ജൂപ്പിറ്ററിലേക്ക് പോവാം. ജൂപ്പിറ്റർ നമുക്കറിയാം ഏറ്റവും വലുതാണ്, ഗ്യാസ് ആണ് കൂടുതലുള്ളത്, കുറച്ച് ലിക്വിഡും ഉണ്ട്, അത് ഐസായി മാറി. കാര്യം എന്താ, അത് സണ്ണിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ജൂപ്പിറ്ററിന്റെ 4 മേജർ മൂൺസിനെ നമ്മൾ ഗലീലിയൻ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ലോ, യൂറോപ്പ, ഗാനിമേഡ് ആൻഡ് കാലിസ്റ്റോ. ഓക്കെ, ഈ ഗാനിമേഡ് ആണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് പേരെന്താണ്? ഗാനിമേഡ്. ആരുടെ? ജൂപ്പിറ്ററിന്റെ. ഇപ്പൊ ചോദ്യം ചോദിക്കാം, എന്ത് ഗലീലിയൻ സാറ്റലൈറ്റ്സ് ആർക്കാ ഉള്ളത്? ജൂപ്പിറ്റർക്കാ ഉള്ളത്. അതിന്റെ പേരെന്തൊക്കെയാ? ലോ, യൂറോപ്പ, ഗാനിമേഡ് ആൻഡ് കാലിസ്റ്റോ. ഇങ്ങനെ 4 സാറ്റലൈറ്റ്സ് ആർക്കുള്ളത്? ജൂപ്പിറ്റർക്കുള്ളത്. ഓക്കെ, അടുത്തത് ഗാനിമേഡ് ആണ് ഏറ്റവും വലിയ സാറ്റലൈറ്റ്, അത് ജൂപ്പിറ്ററിന്റെ ആണ്. ജൂപ്പിറ്റർ ബാക്കിയുള്ള എല്ലാവരും വെച്ച് നോക്കുമ്പോൾ ഇരട്ടി സൈസുള്ള ആളാണ്, വലുതാണ്. ഓക്കെ, അതും കൂടെ ഓർത്തു വയ്ക്കാം. സോ ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഇതോർക്കുക. അതുപോലെ ഗലീലിയൻ സാറ്റലൈറ്റ്സിന് ഓർക്കുക, ഏറ്റവും വലിയ പ്ലാനറ്റ് ആണെന്ന് ഓർക്കുക, നമ്മുടെ ഇരട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എല്ലാ പ്ലാനറ്റ്സിന്റെയും മൂണിന്റെ എണ്ണം നമുക്ക് ലാസ്റ്റ് സ്ലൈഡിൽ പറയാം കേട്ടോ, നിങ്ങൾ ആരും പേടിക്കണ്ട. അടുത്ത സാറ്റേണിന്റെ സെയിം അവസ്ഥയാണ്, ഡെൻസിറ്റി വളരെ കുറവാണ്. വാട്ടറിനേക്കാളും കുറവ് ഡെൻസിറ്റിയാണ്, കൂടുതലും ഗ്യാസ് ആണ്, റിങ്സ് ഉണ്ട്. ടൈറ്റൻ ആണ് സാറ്റർന്റെ മെയിൻ ആയിട്ടുള്ള സാറ്റലൈറ്റ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഗാനിമേഡ് കഴിഞ്ഞ പിന്നെ ടൈറ്റൻ ആണ്. ടൈറ്റൻ ആരുടെയാണ്? ടൈറ്റൻ സാറ്റേണിന്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. നൈട്രജൻ റിച്ച് ആയതുകൊണ്ട് തന്നെ യെല്ലോ സാറ്റലൈറ്റ് എന്നും ആരെ വിളിക്കാറുണ്ട്? സാറ്റേൺ വിളിക്കാറുണ്ട്. യെല്ലോ പ്ലാനറ്റ് എന്നും സാറ്റേണെ വിളിക്കാറുണ്ട്. ഇത്ര ഓർത്ത് വയ്ക്കുക. ഓക്കെ, സാറ്റേണിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. റിംഗ് ഉണ്ടോ? അതുപോലെ ടൈറ്റൻ ആരുടെയാണ്? സാറ്റലൈറ്റ് ഈ പറയുന്ന ഡീറ്റെയിൽ, ദാറ്റ് ഈസ് സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഓൺലി സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ അറ്റ്മോസ്ഫിയർ. നൈട്രജൻ റിച്ച് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളത് ആർക്കാണ്? ഈ പറയുന്ന പോലെ ടൈറ്റൻ ആണ്. ഒരു യെല്ലോ പ്ലാനറ്റ് എന്നും നമ്മൾ ആളെ വിളിക്കാറുണ്ട്, സാറ്റേൺ വിളിക്കാറുണ്ട്. അടുത്ത യുറാനസിന് പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാനില്ല. യുറാനസും നെപ്റ്റ്യൂണും വരുമ്പോൾ എന്ത് പറ്റും? ദൂരങ്ങൾ കൂടി. നമുക്ക് അതിനെപ്പറ്റി ഐഡിയ വളരെ കുറവാണ്. സണ്ണിൽ നിന്ന് ഒരുപാട് ദൂരമായി, ഐഡിയ വളരെ കുറവാണ്. യുറാനസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് പോകുന്നത്, റെട്രോഗ്രൈഡ് ആണ്. നമ്മൾ പോകുന്നത് നേരെ ഓപ്പോസിറ്റാ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ബാക്കി എല്ലാ സാറ്റലൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ആര്? നമ്മളെല്ലാം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. യുറാനസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇറ്റ് ഈസ് ടിപ്ഡ് ആൻഡ് സ്പിൻസ് ഇൻ ബോത്ത് സൈഡ്സ്. അതായത് നമ്മൾ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ഇങ്ങനെയല്ലേ, ഏകദേശം 23.5 ഡിഗ്രി ചെരിവുണ്ട് ആർക്ക്? എർത്തിന്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷെ യുറാനസ് എന്താണെന്നറിയോ? യുറാനസ് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ യുറാനസിന്റെ ഇങ്ങനെയാണ് ഇരിക്കുക. യുറാനസ് ഏതാണ്ട് അതിന്റെ ഓർബിറ്റൽ പ്ലെയിന് ഏതാണ്ട് ഇങ്ങനെയായി മാറി. ഓക്കെ, സോ എന്ത് ഓർത്ത് വയ്ക്കുക? ഓർബിറ്റൽ പ്ലെയിൻ പാരലൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. 23 പകരം 0 ആണ്. 0 ഡിഗ്രി തിരിവാണ് ഇവിടെ നിന്നുള്ളൂ യുറാനസിന്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. സോ യുറാനസ് ഒന്ന് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. അടുത്തത് അതിന്റെ ദൂരം എങ്ങനെയാണ്? അതിന്റെ പ്ലെയിൻ എങ്ങനെയാണ്? 0 ഡിഗ്രി ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതെ, ഫസ്റ്റ് പ്ലാനറ്റ് ആണ് ടെലിസ്കോപ്പിൽ കണ്ടുപിടിക്കുക. കാര്യം ബാക്കി എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റും, ഇത് നമുക്ക് ടെലിസ്കോപ്പിലേ കാണാൻ പറ്റുള്ളൂ. സോ ആദ്യമായിട്ട് ടെലിസ്കോപ്പിൽ കണ്ടുപിടിച്ചത് യുറാനസ് ആണ്. അടുത്തത് നെപ്റ്റ്യൂൺ ആയിരിക്കും. ഓക്കെ, നെപ്റ്റ്യൂൺ നോക്കാം. നെപ്റ്റ്യൂണിൽ എന്താ? ഏറ്റവും അറ്റത്തുള്ളതാണ്. യുറാനസിനെ നെപ്റ്റ്യൂൺ നമ്മൾ ട്വിൻസ് എന്ന് വിളിക്കുന്നു. സോളാർ സിസ്റ്റത്തിന്റെ ഔട്ടർ സോളാർ സിസ്റ്റത്തിലെ ട്വിൻസ് ആയിരിക്കുക യുറാനസ് നെപ്റ്റ്യൂൺ ആണ്. ഐസ്, വാട്ടർ, അമോണിയ, മീഥെയിൻ, ഐസ്ജെയിൻസ്, ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ആർക്കുണ്ടെന്നാ പറയുന്നത്? നെപ്റ്റ്യൂൺ ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലുള്ളത്? പ്ലാനറ്റ്സിലുള്ളത്. നമുക്ക് വേഗം മൂവ് ചെയ്യാം. വളരെ ഡ്രൈ ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പേപ്പറിൽ ഇതെല്ലാം എഴുതിയെടുക്കുക, പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പ്ലാനറ്റ്സിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എർത്തിന് നമ്മൾ ഇതിൽ പറഞ്ഞതാണ്, നമ്മൾ NCERT പറഞ്ഞതാണ്. ഡിസ്റ്റൻസ് എർത്തിൽ നിന്ന് സണ്ണിൽ നിന്ന് എർത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നു.
ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് എന്തിലേക്കാ? നെപ്റ്റ്യൂണിലേക്കാ. പ്ലൂട്ടോ ഇപ്പൊ ഇല്ല, നെപ്റ്റ്യൂണിലേക്കാ. ഇനി ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ആർക്കാ? എർത്തിനാ. കണ്ടോ 5.5 ഉണ്ട് ഡെൻസിറ്റി, ബാക്കിയുള്ളവർക്ക് അത്ര ഇല്ല. സോ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ആർക്കാ? ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള സാറ്റലൈറ്റ് ആരാണ്? എർത്താണ്. ഓർത്ത് വയ്ക്കുക. ഇനി ഈ കൊടുത്തേക്കുന്ന സാറ്റലൈറ്റ് NCERTയുടെ ക്രോപ്പാണ് സാറ്റലൈറ്റ്സ്, പക്ഷെ ഇതിന്റെ എണ്ണം മാറി. ഇപ്പൊ എത്ര സാറ്റലൈറ്റ്സ് ഉണ്ട്? നമുക്ക് എർത്തിന് ഒരു സാറ്റലൈറ്റ് ഉള്ളത് 3, അതുപോലെ മാർസിന് 2 സാറ്റലൈറ്റ് ഉണ്ട്, ഫോബോസും ഡീമോസും. ജൂപ്പിറ്ററിന് 95 സാറ്റലൈറ്റ്സ് ഉണ്ട് ജൂപ്പിറ്ററിന്. സാറ്റേണിന് 146 സാറ്റലൈറ്റ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചാണ്, ഈ കൊല്ലം ചോദിക്കും. യുറാനസിന് 28 സാറ്റലൈറ്റ് ഉണ്ട്. അതുപോലെ നെപ്റ്റ്യൂണ് 16 സാറ്റലൈറ്റ്സ് ഉണ്ട്. സോ ഇത് ജൂപ്പിറ്റർ, ഇത് സാറ്റേൺ, ഇത് യുറാനസ്, ഇത് നെപ്റ്റ്യൂണ്. ഇനി നമ്മുടെ പാവം പ്ലൂട്ടോന് എത്രയുണ്ട്? നമ്മുടെ പാവം പ്ലൂട്ടോന് ഈ പറയുന്ന പോലെ 5 സാറ്റലൈറ്റ്സ് ഉണ്ട്. സോ ഇത് പഠിച്ചു വയ്ക്കുക, നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ചോദ്യം ചോദിക്കുന്നു, ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. ചോദിക്കും. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡ്വാർഫ് പ്ലാനറ്റാ പഠിക്കാനുള്ളത്. എന്താ ഡ്വാർഫ് പ്ലാനറ്റ്? എന്താണ് ഡ്വാർഫ് പ്ലാനറ്റ്? നമുക്ക് നോക്കാം. ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനറ്റിൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ 3 കണ്ടീഷൻസ് ഇല്ലേ, ഈ 3 കണ്ടീഷൻസ് നോക്കാത്ത എല്ലാവരും നമ്മൾ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് വിളിക്കും. അപ്പൊ പ്ലൂട്ടോനെ നമ്മൾ എന്താക്കി മാറ്റി? ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി മാറ്റി. ഓക്കെ, അടുത്ത ഡ്വാർഫ് പ്ലാനറ്റ് വരുന്ന സെറീസ്. ഈ സെറീസ് എവിടെയുള്ള? ആസ്റ്റീരിയോഡ് ബെൽറ്റിലുള്ള. ഇതൊക്കെ ഓർത്ത് വെക്കാട്ടോ, ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഇമേജ് നോക്കി വെക്കുക. ലാർജസ്റ്റ് ഒബ്ജക്റ്റ് ഇൻ ആസ്റ്റീരിയോഡ് ബെൽറ്റ്. ആസ്റ്റീരിയോഡ് ബെൽറ്റിലെ ലാർജസ്റ്റ് ഒബ്ജക്റ്റ് ആണ് സെറിസ്. ഓക്കെ, പ്ലൂട്ടോ ഉള്ളത് പക്ഷെ എവിടെയാണ്? ക്യൂപ്പർ ബെൽറ്റിലാണ്. ഓക്കെ, ഹൗമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. ഏതുണ്ട്? ഡ്വാർഫ് പ്ലാനറ്റ്, അതും ക്യൂപ്പർ ബെൽറ്റിലാണ്. എറിസ് എവിടെയാണ്? ക്യൂപ്പർ ബെൽറ്റിലാണ്. മേക്ക് അതും ക്യൂപ്പർ ബെൽറ്റിലാണ്. ഓക്കെ, സോ നമുക്ക് 5 ഡ്വാർഫ് പ്ലാനറ്റ്സ് ഉള്ളത്. പ്ലൂട്ടോ, സെറിസ്, ഹോമിയ, എറിസ്, അതുപോലെ തന്നെ മേക്ക്. ഓക്കെ, ഈ 5 പേരിൽ ഒരാൾ മാത്രം ആസ്റ്റീരിയോഡ് ബെൽറ്റിലുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും ക്യൂപ്പർ ബെൽറ്റിലാണ്. അതാരാണ്? അയാളുടെ പേരാണ് സെറിസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് മുന്നോട്ട് പോവാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഇമേജ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ നോക്കുക. സെയിം ഡീറ്റെയിൽസ് ആ കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ നോക്കുക. അടുത്തത് നമ്മൾ എന്ത് പഠിച്ചു? ഡ്വാർഫ് പ്ലാനറ്റ് വരെ പഠിച്ചു. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? മിറ്റിരോയിഡ്, മിറ്റീരിയർ, മിറ്റോറൈറ്റ്. ഇവർ 3 തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. വേറെ ഒന്നും പഠിക്കണ്ട. ഇവർ 3 തമ്മിലുള്ള വ്യത്യാസം എന്താ? മിറ്റിരോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ റോക്സ്, നമ്മുടെ ആസ്റ്റീരോയിഡിനേക്കാളും ചെറിയ റോക്കിനെയാണ് നമ്മൾ മിറ്റിരോയിഡ് എന്ന് വിളിക്കുന്നത്. ഈ മിറ്റിരോയിഡ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വന്നാൽ മിറ്റിയർ ആയി. ഓക്കെ, ഇത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വന്നാൽ മെറ്റിയറായി. ഇത് എർത്തിന്റെ ഉപരിതലത്തിൽ വീണ് കഴിഞ്ഞാൽ അത് റൈറ്റ്, മിറ്റോറൈറ്റ് ആയി. മിറ്ററോയിഡ്, മിറ്റിയർ, മിറ്റോറൈറ്റ്. സോ അത് സ്പേസിൽ അന്തരീക്ഷത്തിലുള്ളപ്പോൾ മിറ്റോറൈഡ് അത് അന്തരീക്ഷത്തിലുള്ളപ്പോൾ മിറ്ററോയിഡ്, പിന്നെ അത് മിറ്റിയർ ആവും, പിന്നെ അത് മിറ്റോറൈറ്റ് ആവും. ഈ ഡിഫറൻസ് മാത്രം അറിഞ്ഞാൽ മതി. ഇതിന് ഇങ്ങനെ ചോദിക്കുള്ളൂ. ഓക്കെ, അതിലും കൂടുതൽ ചോദിക്കില്ല. സോ ഇതിന് നമ്മൾ ഉൽക്ക എന്ന് വിളിക്കുന്നത് ഏതിനാ? മിറ്റോറൈറ്റിനാണ്. പതിച്ചുമ്പോൾ ഉൽക്ക. അത് അറ്റ്മോസ്ഫിയറിലാകുമ്പോൾ മിറ്റിയർ, അത് ശൂന്യാകാശത്താകുമ്പോൾ അതിന്റെ പേര് മിറ്റോറോയിഡ്. ഓക്കെ, ഇത്ര ഓർത്ത് വയ്ക്കുക. അതല്ലാതെ ജസ്റ്റ് റോക്ക്, നമ്മൾ NCERT പറഞ്ഞാണ്, റോക്കുകളെ നമ്മൾ ആസ്റ്റീരോയിഡ് എന്ന് വിളിക്കുക. ഇവരെവിടെ ഉണ്ടാവുക? മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലാണ്. ഓക്കെ അല്ലേ? അടുത്തത് കോമറ്റ്. ഓക്കെ, അടുത്തത് കോമറ്റ് എന്താ? കോമറ്റിനുള്ള ടെയിൽ ഉണ്ടാവും. ആ ടെയിലിൽ മോയ്സ്ചർ ഉണ്ടാവും. ഇവരിങ്ങനെ ചലിച്ചോണ്ടേ ഇരിക്കുമ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് ഈ ടെയിൽ തീ പോലെ നമുക്ക് കാണപ്പെടും. സോ ഇതിന് നമ്മൾ വാൽ നക്ഷത്രം എന്ന് വിളിക്കുക. വാൽ നക്ഷത്രം, ഇതിനൊരു വാലുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ വാൽ നക്ഷത്രം എന്ന് വിളിക്കുക. ഇതിനൊരു വാലുണ്ട്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, സോ ആസ്റ്റീരോയിഡ് എന്താണ്? റോക്കി ഒബ്ജക്റ്റ് ആണ്. സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലാണ്. ഓക്കെ, അതിലും ചെറുതിനെ, ഈ ആസ്റ്റീരോയിഡിലും ചെറുതിനെ നമ്മൾ മീറ്റിറോയിഡ് എന്ന് വിളിക്കുന്നു. ആസ്റ്റീരോയിഡ് വലുതാണ്, ഈ ആസ്റ്റീരോയിഡിനെ ചെറുതാണ് എന്ത്? മിറ്റിറോയിഡ്. ഈ മിറ്റിറോയിഡ് എന്ത് ചെയ്തു? എർത്തിന്റെ സർഫസിലേക്ക് വന്നു കഴിഞ്ഞാൽ, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ മിറ്റിയർ. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഇടിച്ചു കഴിഞ്ഞാലോ മിറ്റോറൈറ്റ് ആയി. റൈറ്റ്, ഇടിച്ചു. ഓക്കെ, അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഇവകൾക്ക് എന്തുണ്ട്? ഇതിൽ മോയ്സ്ചർ ഉണ്ട്. ഇത് സ്പീഡിൽ പോകുന്നുണ്ട്. ഇതൊരു ടെയിലിൽ തീ പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് കോമറ്റായി. ഇത്രയും കാര്യങ്ങളുള്ളൂ ഇതിനകത്ത്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ചാടിച്ച് പഠിക്കുക. ഓരോന്നോരോന്ന് പഠിക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ,
ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇതിനകത്ത് ആകെയുള്ള കാര്യം, ഈ മിറ്റിയറിന്റെ എണ്ണം കൂടുമ്പോൾ ഇതിനെ ഷവർ എന്ന് വിളിക്കാം. മിറ്റിയറിന്റെ എണ്ണം കൂടുമ്പോൾ മിറ്റിയർ ഷവർ എന്ന് വിളിക്കാം. ഇപ്പൊ മിറ്റിയർ സർവൈസ് എ ട്രിപ്പ് എർത്തിലേക്ക് വന്നു, സർഫസിൽ ഇടിച്ചാൽ മിറ്റിയർ റൈറ്റ്. എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇത് മിറ്റിയർ ഷവർ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, ഇത് മാത്രം ഓർത്ത് വയ്ക്കുക, ബാക്കി നിങ്ങൾക്ക് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ആസ്റ്ററോയിഡ് ആണ്. ആസ്റ്ററോയിഡ് എന്ന് പറഞ്ഞാൽ മാർസിനും ജൂപ്പിറ്ററിനും എതിരെയുള്ള വലിയ റോക്കുകളാണ്. അതിന്റെ കുറച്ചുകൂടി ചെറിയ വെർഷൻ നമ്മൾ മിറ്റിയോറോയിഡ് എന്ന് വിളിക്കുന്നു. മിറ്റിയോറോയിഡ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വന്നാൽ മിറ്റിയർ ആവുന്നു. അത് നമ്മുടെ എർത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ മിറ്റിയോർ റൈറ്റ് ആവുന്നു, ഉൽക്കയായി മാറുന്നു. ഇത്രയും ഓർത്ത് വയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് ഇതിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. മിറ്റിയർ ഷവർ കണ്ടോ? ഷവർ കണ്ടു. മിറ്റിയോർ കണ്ടോ? ആകാശത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള വാട്ടർ വെച്ചിട്ട് കത്തി കണ്ടോ? ഇത് അവരുടെ ശൂന്യാകാശത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. കോമറ്റ് തീ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും അവര്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആസ്റ്ററോയിഡ് ജസ്റ്റ് പാറക്കല്ലുകളാണ് കണ്ടോ? പാറക്കല്ലുകളാണ്. ഓക്കെ, സോ ഇമേജ് വെച്ചിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ജോഗ്രഫിക്ക് ഇമേജും മാപ്പും ആണ് മെയിൻ. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ കുറച്ച് കോൺസ്റ്റലേഷനെ പറ്റി NCERT കണ്ടു. സോ ഇത് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെക്കുക. ഇത് NCERT മാത്രമുള്ളതാണ് കോൺസ്റ്റലേഷൻസ്. കോൺസ്റ്റലേഷൻ എന്താ? ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ്. പണ്ടത്തെ ആൾക്കാർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? കുറെ സ്റ്റാർസ് സ്ഥിരമായിട്ട് വരുന്നുണ്ട്, ഒരേപോലെ ഉള്ളത്. സോ അവർ അതിനെ ഓരോ ഷേപ്പ് വെച്ച് ഗ്രൂപ്പ് ചെയ്തു. ഒറിയോൺ ഹണ്ടറിനെ പോലെ ഇരിക്കുന്ന വേട്ടക്കാരൻ, കാനിസ് മേജർ ഡോഗിനെ പോലെ ഇരിക്കുന്നത്. ഓക്കെ, അർസ മേജർ ബിയറിനെ പോലെ, അർസ മൈനറും ബിയറിനെ പോലെ, ടോറസ് ബുള്ളിനെ പോലെ, ലിയോ മേജർ ഹോഴ്സിനെ പോലെ, കാസാപ്പിയ എം ഷേപ്പ്. ഓക്കെ, ഷേപ്പ് പഠിച്ചു വെക്കുക. അതിലെ മേജർ സ്റ്റാർ ഏതാണ്? ഒറിയോണിൽ തിരുവാതിരയാണ് മേജർ സ്റ്റാർ. നമ്മൾ NCERT പറഞ്ഞതാണ്. ഇത് NCERT ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് 88ഓളം കോൺസ്റ്റലേഷൻസ് ഉണ്ട്. നമ്മളെല്ലാം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ NCERT ഉള്ളത് പഠിക്കുക. ഇത് പഠിച്ചുകൊണ്ടിരിക്കലല്ല നമ്മുടെ പരിപാടി. നമുക്ക് ഇതൊന്ന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഏരിയ ഒന്ന് കവർ ചെയ്യുക. എത്ര വേണോ അത്ര മാത്രം കവർ ചെയ്യുക. സോ ഇത് പഠിക്കുക. സോ ബെറ്റൽഗീസ് ആണ് ഒറിയോൺ. ഒറിയോണിലുള്ള മേജർ സ്റ്റാർ ബെറ്റൽഗീസ് ആണ്. കാനിസ് മേജറിലുള്ള മേജർ സ്റ്റാർ സിരിയസ് ആണ്. പിന്നെ ഉർസ മേജറിന് അകത്തുള്ള സ്റ്റാർ അല്ല, അടുത്തുള്ള ഒരു സ്റ്റാർ ഉണ്ട്, പോൾ സ്റ്റാർ. NCERT പ്രത്യേകം എഴുതിയിട്ടുണ്ട് പോൾ സ്റ്റാർ. ഇനി ടോറസിൽ 2 സ്റ്റാറുകൾ NCERT എഴുതിയിട്ടുണ്ട്, അൽഡിബറാൻ അല്ലെങ്കിൽ രോഹിണി, പീഡിസ് അല്ലെങ്കിൽ കാർത്തിക. ഓക്കെ, അടുത്തത് അർസ മേജർ എന്താണ്? അർസ മേജറും മൈനറും പോൾ സ്റ്റാറിനോട് പ്രോക്സിമേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഉള്ളിലെ സ്റ്റാറുകളൊന്നും നമുക്ക് പഠിക്കാനില്ല. സോ അവിടെ നിർത്തുക, അത്രേ ചോദിക്കുള്ളൂ. അടുത്തത് ലിയോ മേജറിലുള്ള സ്റ്റാറിന്റെ പേര് മകം അല്ലെങ്കിൽ റെഗുലസ്. ഓർത്തു വയ്ക്കുക. കാസപ്പിയയില് മേജർ സ്റ്റാർസ് ഒന്നും പഠിക്കാനില്ല. സോ അവിടെ വെച്ച് നിർത്തുക. എവിടെ വെച്ച് നിർത്തണം എന്ന് അറിയില്ലാണ് ഏറ്റവും പാട്. സോ NCERT ഇത്രയേ ഉള്ളൂ, ഇത്രയും പഠിച്ചാൽ മതി. സോ നമ്മൾ ഒരു കോൺസ്റ്റലേഷനിൽ എന്തൊക്കെ പഠിക്കും? ഷേപ്പ് പഠിക്കും, മേജർ സ്റ്റാർ പഠിക്കും. പിന്നെ NCERT ഏതാ? ഏത് സീസണിലാണ് ഉള്ളതെന്ന്. ഓക്കെ, അർസ മേജർ സമ്മറിലാണ്, ലിയോ മേജർ സ്പ്രിങ്ങിലാണ്, ബാക്കി എല്ലാം വിന്റർ. ഓക്കെ, അർസ മേജർ സമ്മറിലാണ്, അർസ മൈനറും സമ്മറിലാണ്. സോറി, ഓക്കെ. സോ അർസ മേജറും അർസ മൈനറും സമ്മറിലാണ്, ബാക്കി എല്ലാം വിന്ററിലാണ്. സോ ഈ 3 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കോൺസ്റ്റലേഷനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ അല്ലേ? സോ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. സോ കോൺസ്റ്റലേഷൻസ് ഇത്രയുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റലേഷനിൽ ഇത്രയും കാര്യം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. കാട് കയറി പോകാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്താ? ഒരുപാട് കോൺസ്റ്റലേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ലിയോയിൽ തന്നെ മേജർ ഉണ്ട്, മൈനർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കോൺസ്റ്റലേഷൻസ് ഉണ്ട്. അത്രയും പഠിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്ക് കുറച്ച് നിർത്താം. ഇനി നമുക്ക് എന്ത് നോക്കാം? മേജർ ഫാക്റ്റുകൾ നോക്കാം. നമ്മൾ ഈ പറഞ്ഞു വെച്ചതിനെ ഒന്നും കൂടെ ഒന്ന് ക്രൂഡാക്കി ഇവിടുന്ന് ചോദ്യങ്ങൾ വരിക. ഓക്കെ, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്റർ, സ്മോളസ്റ്റ് പ്ലാനറ്റ് മെർക്കുറി, ബ്രൈറ്റസ്റ്റ് വീനറ്റ്, പിന്നെ ഏതാണ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ? ഡോഗ് സ്റ്റാർ നിൽക്കുന്ന സ്റ്റാർ ആണ്. പിന്നെ പ്ലാനറ്റ് ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ് ഏതാണ്? 146 ആയി സാറ്റേൺ. അതുപോലെ കോൾഡസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. റെഡ് പ്ലാനറ്റ് ഏതാണ്? മാഴ്സ് ആണ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? ഗാനിമേഡ് ആണ്. ഏറ്റവും സ്മോളസ്റ്റ് സാറ്റലൈറ്റ് ഡീമോസ് ആണ്. ഓക്കെ, ഗാനിമേഡ് ആരുടെയാണ്? ജൂപ്പിറ്ററിന്റെ. ഡീമോസ് ആരുടെയാണ്? മാർസിന്റെ. അത് ഓർത്ത് വയ്ക്കാൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇനി കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ബ്ലൂ പ്ലാനറ്റ് ആരാ? നമ്മുടെ എർത്ത് ആണ്. റെഡ് പ്ലാനറ്റ് ആരാ? നമ്മുടെ മാർസ് ആണ്. സിസ്റ്റർ ഓഫ് എർത്ത് അല്ലെങ്കിൽ എർത്തിന്റെ ട്വിൻ ആരാ? വീനസ് ആണ്. മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ വീനസ് ആണ്. ഏറ്റവും ഡെൻസിറ്റി ഉള്ള നമ്മൾ പറഞ്ഞു എർത്തിനാണ്. ഏറ്റവും ഡെൻസിറ്റി കുറവാർക്കാ? സാറ്റേൺ ആണ്. ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആരാ? മെർക്കുറി ആണോ? അല്ല, വീനസ് ആണ്. ഏറ്റവും ഡീപ്പസ്റ്റ് ഓഷൻസ് ഉള്ളത് എവിടെയാ? ജൂപ്പിറ്ററിലാണ്. സ്ട്രോങ്ങസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് ആർക്കാ? ജൂപ്പിറ്ററിനാണ്. തിരിച്ച് കറങ്ങുന്നത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ട് കറങ്ങുന്ന ആരാ? സോറി, ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് കറങ്ങുന്ന ആരാ? വീനസും യുറാനസും. സോ ഇത് കാണാതെ പഠിക്കുക, വളരെ ഡ്രൈ ആണ്. ഇത് ഇങ്ങനെ നമ്മൾ ബൈഹാർട്ടായിട്ട് തന്നെ പഠിക്കുക. കൺസെപ്റ്റിന്റെ കൂടെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അവസാനം വരുമ്പോൾ ഒന്ന് മഗ്ഗപ്പോടെ ചെയ്യാം. അത് മാത്രമേ വഴിയുള്ളൂ.
സോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും മിനിമലായിട്ട് സോളാർ സിസ്റ്റത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ആദ്യം ഇതിനകത്ത് ഏതിനാണ് ഒരു മൂണ് പോലും ഇല്ലാത്തത്? ഏതിനകത്താ? നമ്മൾ പറഞ്ഞു വീനസിനും മെർക്കുറിക്കും ഒരൊറ്റ മൂണ് പോലും ഇല്ല. സോ ആൻസർ വീനസ് മെർക്കുറിയാണ്. ഇവർക്ക് ജൂപ്പിറ്ററിന് എത്ര മൂണുണ്ട്? 95. സാറ്റേൺ എത്ര മൂണുണ്ട്? 146 മൂണുണ്ട്. ഓക്കെ, നെപ്റ്റ്യൂൺ നമ്മൾ പറഞ്ഞു, മാർസിന് പറഞ്ഞു, യുറാനസിന്, നെപ്റ്റ്യൂൺ പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും മൂണുണ്ട്. ഓക്കെ, ആർക്കും ഇല്ലാത്ത? വീനസിനും മെർക്കുറിക്കും ഇല്ലാത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഏതാണ് ടെറസ്ട്രിയൽ അല്ലാത്ത? ടെറസ്ട്രിയൽ ഏതൊക്കെയാണ്? ടെറസ്ട്രിയൽ ഏതൊക്കെയാ പറ? മാർസ്, വീനസ്, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. ഇത് ഏതാണുള്ള? എർത്ത് ഉണ്ട്, വീനസ് ഉണ്ട്, മാർസ് ഉണ്ട്. യുറാനസ് ആരാണ്? ജോവിയനാണ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്തത്, അവർ സോളാർ സിസ്റ്റം ഇസ് പാർട്ട് ഓഫ് വിച്ച് ഗാലക്സി? സംശയമുണ്ടോ? ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ. നമ്മൾ NCERT-യിലും കണ്ട ഒരു സാധനമാണ്. ഇതൊക്കെ NTPC-യിലെ ചോദ്യങ്ങളാട്ടോ. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ജെയിലും NTPC-യിലും വന്ന ചോദ്യങ്ങളാട്ടോ. യൂണിവേഴ്സിന്റെ പഠനത്തിനെ പറ്റി നമ്മൾ എന്ത് പറയുന്നു? സെലസ്റ്റിയൽ ബോഡിയുടെ പഠനങ്ങളെ പറ്റി നമ്മൾ ആസ്ട്രോണമി എന്ന് പറയുന്നു. നമ്മൾ സ്റ്റാറ്റിക് GK പഠിക്കും. ടൈപ്പ് ഓഫ് സ്റ്റഡീസ്, ജീവനെ പറ്റിയുള്ള പഠനം, ഭൂമിയെ പറ്റിയുള്ള പഠനം, ആൾക്കാരെ പറ്റിയുള്ള പഠനം ഓരോന്ന് പഠിക്കും. ഇവിടെ ഞാൻ കോസ്മോളജി ആണ് നമ്മൾ എന്ത് കാണുന്നത്? യൂണിവേഴ്സിനെ പറ്റിയുള്ള പഠനം. ഇത് നമ്മൾ സ്റ്റാറ്റിക് GK കവർ ചെയ്യും കേട്ടോ. സ്റ്റാറ്റിക് GK കവർ ചെയ്യും. ഓക്കെ, NCERT-യിൽ കൊടുത്തിട്ടില്ലാത്തതെല്ലാം സ്റ്റാറ്റിക് GK-യിലാണ് കവർ ചെയ്യുക. കാര്യം പഠനങ്ങളെ പറ്റി ഉള്ളത് നമ്മൾ എന്തായാലും സ്റ്റാറ്റിക് GK കവർ ചെയ്യും. ഓക്കെ, അടുത്തത്, സ്മോൾ പീസസ് ഓഫ് റോക്ക് വിച്ച് മൂവ് അറൗണ്ട് ദ സൺ. ഇതില് സണ്ണിന് ചുറ്റും കറങ്ങുന്ന റോക്ക് ഏതൊക്കെയാ? ഗാലക്സി ആണോ? അല്ല. ജിയോയിഡ് എന്താ? എർത്തിന്റെ ഷേപ്പാണ്. നമ്മൾ എർത്തിന്റെ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കും. എർത്തിന്റെ ഷേപ്പാണ് എന്ത്? ജിയോയിഡ്. ഓക്കെ, അടുത്ത മെറ്റീരിയോയിഡ്സ് എന്താണ്? മെറ്റീരിയോയിഡ്സും ആസ്റ്ററോയിഡ്സും എന്താണ്? റോക്ക് പാർട്ടിക്കിൾസ് ആണ്. മെറ്റീരിയോയിഡ്സും ആസ്റ്ററോയിഡ്സും. ഓക്കെ, അതില് സണ്ണിന്റെ ചുറ്റും കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരെന്താ? മെറ്റീരിയോയിഡ്സ് എന്നാണ്. ആസ്റ്ററോയിഡ്സ് എന്നാണ്. മെറ്റീരിയോയിഡ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്നു എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആർക്കില്ല? മെറ്റീരിയോയിഡ്സിന് ഇല്ല. പക്ഷെ ആസ്റ്ററോയിഡ്സ് എന്താണ്? മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ സണ്ണിന് ചുറ്റും കറങ്ങുന്നവയാണ്. സോ ഇതിന്റെ ഉത്തരം എന്താണ്? ആസ്റ്ററോയിഡ്സ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തേക്ക് കടക്കാം. ഓക്കെ, എർത്തിന്റെ ട്വിൻ ആരാണ്? ഒറ്റടിക്ക് പറയാലോ, വീനസ്. ട്വിൻ ആരാണ്? വീനസ്. ഓക്കെ, ഇതിലേതാണ് ശരിയല്ലാത്തത്? ഈ ചോദ്യം കൂടെ നോക്കിയേ. നമ്മൾ സോളാർ സിസ്റ്റത്തിന് എത്ര നാൾ പ്രായമുണ്ട്? സണ്ണിന് 4.5 ബില്യൺ ഇയേഴ്സ് പ്രായമുണ്ട്. തെറ്റി. തെറ്റി. ഓക്കെ, പ്ലാനറ്റ് ജൂപ്പിറ്റർ ആസ് എ മാക്സിമം സാറ്റലൈറ്റ്സ് ഓഫ് സോളാർ സിസ്റ്റം. ജൂപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്സ്. അതും തെറ്റി. ഏറ്റവും കൂടുതൽ ആർക്കാ? സാറ്റേൺ ആണ്. ഓക്കെ, പക്ഷെ ഈ ചോദ്യം ചോദിച്ചപ്പോ, ഈ ചോദ്യം 2019 ചോദിക്കുമ്പോൾ ആർക്കാ കൂടുതൽ? ജൂപ്പിറ്ററിനാ കൂടുതൽ. ഓക്കെ, സോ ഇത് അന്ന് ശരിയാണ്, ഇന്ന് തെറ്റാണ്. ഓക്കെ, പ്ലാനറ്റ് മെർക്കുറി ഈസ് ക്ലോസസ്റ്റ് ടു സൺ. ഇതും ശരിയാണ്. ദ വീനസ് ഹാസ് നോ നാച്ചുറൽ സാറ്റലൈറ്റ്. ഇതും ശരിയാണ്. സോ ഇതിന്റെ ഉത്തരം എന്താണ്? A ആണ്. 4.5 ആണ്. ഓക്കെ അല്ലേ? ഇത് ഇപ്പൊ തെറ്റാ, പക്ഷെ അന്ന് ശരിയായിരുന്നു. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നാൽ ക്യാൻസൽ ചെയ്യേണ്ടി വരും. 2 എണ്ണവും തെറ്റുകളുണ്ട്. നോട്ട് കറക്റ്റ് നോക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. ഇനി ഇതിൽ ഏത് കോൺസ്റ്റലേഷൻ ആണ് ഏർലി സമ്മർ നൈറ്റുകളിൽ വരുന്ന ബിയർ ഷേപ്പ് ഉള്ളത്? ഏതിനാണ്? നമ്മൾ പറഞ്ഞതാണ് അർസ മേജറും അർസ മൈനറും ബിയർ ഷേപ്പ് ഉള്ള കോൺസ്റ്റലേഷൻസ് ആണ്. സോ ഈ ചോദ്യം വന്നാൽ ഇവരെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക, ആ കോൺസ്റ്റലേഷൻ മാറ്റം പഠിക്കുക, നമ്മുടെ അതിന്റെ ലിമിറ്റ് NCERT-യിലുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായത്. നിങ്ങൾക്ക് നമ്മൾ ഇന്ന് കവർ ചെയ്ത NCERT-യും നമ്മൾ കവർ ചെയ്ത നോട്ടുകളും കൺസെപ്റ്റ് നോട്ടുകളും വെച്ച് ഒരു നോട്ട് ഉണ്ടാക്കുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ CGL-ലും CHS-ലും അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളുടെ നോട്ടുകളിലേക്ക് ആഡ് ചെയ്യുക. NTPC-യുടെയോ JEE-യുടെയോ ALP-യുടെയോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. കൺസെപ്റ്റിന് ബിൽഡ് ചെയ്യുക. ടെസ്റ്റുകൾ വെച്ചിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ടെസ്റ്റുകൾ വെച്ചിട്ട് കൺസെപ്റ്റിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സോളാർ സിസ്റ്റത്തിന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.